ഇത് ഏത് ക്യാമറയിലാണ് എനിക്ക് കാണിക്കാൻ പറ്റുമോ? ഇത് ഇവരും കാണണം, ജനങ്ങളും കാണണം. ഹലോ. ഇപ്പൊ നിങ്ങൾ കാണിച്ചത് that makes sense as well. പെട്ടെന്ന് സിനിമയിൽ നിനക്ക് വിളിച്ച ഫോൺ എടുക്കും സംസാരിക്കും തോന്നുന്ന കുലീനത്വവും തറവാടിത്വമുള്ള ചേട്ടാ നമസ്കാരം, ഞാൻ ആദ്യമാണ്. ആദ്യ ദൈവമേ എന്ന് വിളിക്കല്ലേ. ഈ അടി കൂടുന്ന സ്ഥലത്ത് ആദി പോയിട്ട് ഇടപെടാൻ പോവാ. അപ്പം ഞാൻ പറയാന്ന് പറഞ്ഞാൽ വേണ്ട, എന്നെ തള്ളി നിർത്തി. മനസ്സിനെ കുറിച്ച് അറിയാവുന്നത് കൊണ്ടാണോ അതേ ഒരു ഹ്യൂമൻ ആയതുകൊണ്ടോ എന്തിനാ ആ അടിയിൽ പോയി പങ്കെടുത്തേ? ഒന്നുകൂടെ മറ്റേ ട്രിക്സ് ഒന്നും ചെയ്യുമ്പോൾ അടുപ്പിക്കണ്ട. ചെയ്ത പുളിയൊന്നും പേടിച്ചിട്ടാ. ശരിക്കും നിങ്ങൾ അതേപോലെ ഒരു ഒളിച്ചോട്ടം ഓടിയതല്ലേ? എന്തുകൊണ്ടാണ് ആദ്യം മെന്റലിസ്റ്റ് ആയെന്ന് അറിയാമോ? ഇല്ല. ഓക്കെ അണ്ണാ, നമ്മളിങ്ങനെ തുടങ്ങാം. ഒരാളെ വിളിക്കണം. മേക്ക് ഷുവർ നമ്മൾ ആരും ഒരു കാര്യം അറേഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പൊ എന്താ ഇവിടെ സംഭവിക്കുക എന്നുള്ളതിനെ പറ്റി ആർക്കെങ്കിലും ധാരണയുണ്ടോ? മേക്ക് ഷുവർ ഇസ് എ സെലിബ്രിറ്റി. നിങ്ങൾ വിളിച്ചാൽ കോൾ ഇപ്പൊ എടുക്കും. തെറിയൊന്നും പറയാതെ കോൾ എടുക്കുന്നത്. അങ്ങനെ ഒരാളെ വിളിക്കണം. എന്നിട്ട് സ്പീക്കറിലിടൂ. നമുക്കെല്ലാം കൂടി ഒരു പെട്ടെന്ന് നിർത്താം. 1 മിനിറ്റിന്റെ കാര്യമുള്ളൂ. എന്ത് കുഴപ്പം? അങ്ങനെ പറ്റുള്ളൂ. അല്ല, വിളിച്ചെടുത്തില്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാമല്ലോ. കട്ട് ചെയ്യാനൊന്നും പറ്റില്ല. നമുക്ക് അപ്പൊ എന്നിട്ട് പറയാം അതെല്ലാം അഡ്ജസ്റ്റ്മെന്റ് ആന്ന്. വിളിച്ചെടുത്തിട്ടില്ല വെച്ചാൽ ആള് കട്ട് ചെയ്തു എന്നല്ല അർത്ഥം. നമ്മൾ രണ്ടാമത് കട്ട് ചെയ്യണം. സ്പീക്കർ ഇട്. നിന്റെ ഒരു മിനിറ്റ് നിന്റെ വിലയേറിയ ജീവിതത്തിൽ ഞാൻ തൊട്ടെ. എന്റെ കൂടെ മെന്റലിസ്റ്റ് ആദ്യമുണ്ട്. സ്പീക്കറിലാണെന്ന് സ്പീക്കറിലാണ്. എന്നോട് വെച്ച് പെട്ടെന്ന് സിനിമയിൽ നിനക്ക് വിളിച്ച ഫോൺ എടുക്കും സംസാരിക്കും തോന്നുന്ന കുലീനത്വവും തറവാടിത്വമുള്ള അങ്ങനെ അത് രണ്ടുമാണെങ്കിൽ പിന്നെ വേറെ ആരെയും ആലോചിക്കണ്ട. നേരെ ചേട്ടാ നമസ്കാരം, ഞാൻ ആദ്യമാണ്. ആദ്യ ദൈവമേ എന്ന് വിളിക്കല്ലേ. നന്നായിട്ട് പോകുന്നു. ഞാൻ നിങ്ങളെയാണ് വിളിച്ചതെന്ന് അറിയപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷമായി. നമ്മളില്ലേ സ്പീക്കറിലാണ്, ഒരു പ്രധാനപ്പെട്ട ഇന്റർവ്യൂലാണ്. അപ്പൊ കുറച്ച് പേരുണ്ട്. ഞാൻ വിശദമായിട്ട് പിന്നീട് അദ്ദേഹം പറഞ്ഞുതരും. ഞാൻ ഒരു ചെറിയൊരു സിനോറിയോ തരും. 30 സെക്കൻഡിനുള്ളിൽ തീരും. വീട്ടിലെയോ അല്ലെങ്കിൽ പുറത്തെത്തിയോ ഒരു ലൈബ്രറിയിലാണ്. ഒരു ഇംഗ്ലീഷ് ഡിക്ഷണറി കയ്യിലുണ്ട്, അല്ലെങ്കിൽ അവിടുന്ന് എടുത്തു. ഓക്കെ, ഏതെങ്കിലും ഒരു പേജിലേക്ക് തുറക്കണം. പെട്ടെന്ന് നമ്മൾ തുറക്കുമ്പോൾ ഒരു ക്ലൂ തരുന്നതാണ്. സാധാരണ എയും ബി ഒന്നും ആയിരിക്കില്ല തുറന്ന് കിട്ടുക. അത് സംവേർ ഇൻ ദ മിഡിൽ അല്ലേ. നിങ്ങളുടെ ഇഷ്ടമാണ്, എനിക്കൊന്നും അറിയില്ല, നിങ്ങൾക്കും അറിയില്ല. വെറുതെ കണ്ണതിലെ ഇങ്ങനെ ഓടിക്കുക. ബിലീവ് എവറിത്തിങ് ഐ സേ. അപ്പൊ ഒരു വേർഡിൽ കണ്ണ് ഉടക്കും. ഇറ്റ്സ് എ ഷോർട്ട് വേർഡ്. ഒരു ഹിന്റ് കൊടുത്താൽ ചെറിയൊരു വേർഡാണ്. ഓക്കെ, അതിലേക്ക് തന്നെ ഇങ്ങനെ ഒരു സൂമിങ് എഫക്റ്റിൽ ഇങ്ങനെ നിൽക്കുക. ഇനി നമ്മൾ സ്പീക്കർ ഓഫ് ചെയ്യുവാണേ. ഓക്കെ, ആ വേർഡ് ഏതാന്ന് ചോദിച്ചോളൂ. നമ്മൾ ആരും അറിയരുത്. ശരി, വളരെ പതുക്കെ എന്നോട് പറയാമോ ആ വേർഡ് ഏതാണ്? നിങ്ങളും പറഞ്ഞാലേ. ഞാൻ പറയില്ല. ഭഗവാനെ, നല്ല തുടക്കം. അതാണ് മറ്റൊന്ന്. അതെനിക്ക് മനസ്സിലായി. ഓഹോ, ഇംഗ്ലീഷ് വേർഡ് തന്നെയല്ലേ. താങ്ക് യു സോ മച്ച്. നമ്മളിത് കഴിഞ്ഞിട്ട് വിശദമായിട്ട് വിളിച്ച് സംസാരിക്കാം അല്ലേ. എനിക്കുള്ള പണിയല്ലേ. താങ്ക് യു സോ മച്ച് അണ്ണ. കഴിഞ്ഞിട്ട് വിളിക്കാം. ഓക്കെ. ഇതിനേക്കാളും മനോഹരമായിട്ട് എങ്ങനെയാണ് തുടങ്ങാൻ പറ്റുന്നത് അല്ലേ? ഒരു മുത്തുമണിയും സർവോപരി. അത് അടി ഇരുന്നോട്ടെ. ചേട്ടാ, I want you to think of a singer. ഓക്കെ, കേരളത്തിലുള്ള ഒരു സിംഗർ. കിട്ടിയോ? കിട്ടി. ടേക്ക് യു ഫോൺ. എടുത്തു. ദാസേട്ടനൊന്നും കാര്യമുണ്ട്. അതാ വിളിച്ചാൽ കിട്ടണം. എന്നിട്ട് അവരെ വിളിക്കും. വിളിച്ച ഫോൺ എടുക്കുമോ അറിഞ്ഞൂടെ, വിളിച്ചു നോക്കാം. ഇതൊരു ധൈര്യത്തിലാണ് ഞാൻ. പിന്നെ എന്താ വെച്ചാല് ഇവിടെയുള്ള ഒരുമാതിരി സിംഗേഴ്സിനെയും എല്ലാരെയും ഫ്രൈ ചെയ്ത് വെച്ചിരിക്കാണ് അല്ലേ. അപ്പൊ അത് ഉണ്ടാവുന്നുള്ള. ഓക്കെ, ആരാന്ന് പറയൂ. വേണോ വിളിക്കണോ? വേണോട്ടോ ജി. വിളിക്കും. വിളിച്ചിട്ട് സ്പീക്കറിൽ ഇടണേ. എടുക്കുമോ നോക്കട്ടെ. എടുത്താ നിങ്ങളുടെ ഭാഗ്യം അല്ലേ. വേറെ ആരെങ്കിലും വിളിക്കാം. ഹലോ
രജനീഷാണേ. ഹലോ. ആ, ഞാൻ ആദിയില്ലേ, മെൻ്റലിസ്റ്റ് ആദിയുടെ ഒരു ഷോയിലിരുന്നു. അപ്പോൾ ആദി പറഞ്ഞു ഒരാളെ വിചാരിക്കാൻ പറഞ്ഞു മനസ്സിനകത്ത്. അപ്പോൾ ഞാൻ വേണുചേട്ടനെയാണ് ആദിയില്ലേ, നമ്മളെ മെൻ്റലിസ്റ്റ് ആദിയുടെ ഒരു ഷോയ്ക്കകത്ത് ഇരിക്കുകയാണ്. അപ്പോൾ ഒരു ഇൻ്റർവ്യൂ ഷോയിൽ അപ്പോൾ ആദി പറഞ്ഞു ഒരാളെ മനസ്സിൽ വിചാരിക്കാൻ പറഞ്ഞു. ഒരാളെ മനസ്സിൽ വിചാരിക്കാൻ പറഞ്ഞു. കേക്കാവോ? ബ്രേക്ക് ആവുന്നില്ലേ? അപ്പം ആദ്യം ഒരാളെ മനസ്സിൽ വിചാരിക്കാൻ പറഞ്ഞപ്പോ ഞാൻ വേണുവേട്ടനെയാണ് വിചാരിച്ചത്. അപ്പൊ പറഞ്ഞു ഒന്ന് വിളിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വിളിച്ചാ എടുക്കുമെന്ന് അറിയൂടെ, ഞാൻ വിളിച്ചു നോക്കാന്ന് പറഞ്ഞു. ഞാൻ ജസ്റ്റ് ഒന്ന് ആദിക്ക് കൊടുക്കാം. എല്ലാം കാണാറുണ്ട്. താങ്ക് യു. ആദി വേണുവേട്ടാ നമസ്കാരം, ഞാൻ ആദിയാണ്, ഓർമ്മയുണ്ടോ? മെന്റലിസ്റ്റ് ആദി. ഫൈൻ ഫൈൻ ഫൈൻ, താങ്ക് യു സോ മച്ച് ഇത് കോൾ എടുത്തതിന്. ഞാൻ ഇന്റർവ്യൂ തുടങ്ങുമ്പോൾ തന്നെ ഒരു ചെറിയൊരു കാര്യം അല്ല വലിയൊരു കാര്യം ചെയ്തിട്ട് തുടങ്ങാന്ന് വിചാരിച്ചാണ്. അപ്പൊ നിങ്ങൾ എടുത്തിട്ടില്ലെങ്കിൽ കുറെ ലാഗാവുമായിരുന്നു. എന്റെ മാനം രക്ഷിച്ചതിന് നന്ദി. ഞാനില്ലേ വേണുവേട്ടാ പെട്ടെന്ന് തീർക്കാ. എനിക്കില്ലേ വേണുവേട്ടാ ഏതെങ്കിലും ഒരു പാട്ട്, ഇപ്പൊ തോന്നുന്ന ഒരു പാട്ട് ഒരു 4 വരി പാടിത്തരം ബുദ്ധിമുട്ടോ? ടു മച്ച് ആസ്കിങ്. ഇവിടെ കുറെ സെലിബ്രിറ്റികളൊക്കെ ഇരിക്കുന്നുണ്ട്, എന്റെ മാനം കളയരുത്. ഒരു 4 വരി പാടിത്തരുമോ ഏതെങ്കിലും ഒരു പാട്ട്? പാടണം. ഇഷ്ടമുള്ള ഒരു പാട്ട്. കേൾക്കുന്നുണ്ട്, ഇടക്കൊന്ന് കട്ടായി. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഇടക്കൊന്ന് കട്ടായിരുന്നു. നമ്മളെല്ലാരും കേട്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കോമ്പറ്റീഷനൊക്കെ പാടിക്കൊണ്ടിരുന്ന പാട്ടാണ്. അതിന്റെ ഇടയിൽ കൂടി അപ്പൊ എനിക്ക് ശരിക്കും ഞാൻ ഉദ്ദേശിച്ചത് അത് ഞാൻ ആദ്യം എനിക്ക് പറയുമ്പോൾ ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ്. വേണുവേട്ടൻ്റെത് പാട്ട് പാടുന്നത് വളരെ ഒബ്വിയസ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളിപ്പോൾ ഏതൊരു സിംഗർ ഒരു ഡയറക്ടർ ആദ്യം അവരുടെ ഒരു ഫേവറേറ്റ് ക്രിയേഷൻ ആയിരിക്കും ആലോചിക്കുക. എനിക്ക് ഇത് വളരെ ഒബ്വിയസ് ആക്കാതെ, ഈ ചോയ്സ് ഒബ്വിയസ് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വേണുവേട്ടൻ്റെ അതല്ലാത്തൊരു പാട്ട് പാടിത്തരുമോ പ്ലീസ്? സ്വീറ്റ്. ഓക്കെ. ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോല മേഘമാ. ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോല മേഘമാ. താങ്ക് യു സോ മച്ച്. ധന്യമായി. നമുക്കിപ്പോ ഈ ഇന്റർവ്യൂ വേണമെങ്കിൽ ഇവിടെ നിർത്താം. താങ്ക് യു സോ മച്ച് വേണുവേട്ടാ. ഇത് ഈ ഇൻട്രൊഡക്ഷൻ ഇല്ലാതെ വിളിച്ചതിന് ഒന്നും തോന്നരുത്, എന്റെ അഹങ്കാരമാണ്. അപ്പോ ഞാനിത് ഒരു സെക്കൻഡ് ഒന്ന് രജനീഷേട്ടന് കൊടുക്കാം. കോൾ എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തായാലും കോൾ എടുത്തത് നന്നായിട്ടോ, പാട്ടും പാടിത്തത് ഗ്രേറ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഞാൻ വിളിക്കാട്ടോ. ഓക്കെ ഏട്ടാ. ഹലോ. Here we go. Great. For this day in particular, ഇതിന്റെ എക്സിസ്റ്റൻസ് അറിയുന്ന 2 പേരേ ഉള്ളൂ. ആള് കാര്യമൊന്നും അറിയാതെ കഥ അല്ലെ ആട്ടം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ഇത് ഏത് ക്യാമറയിലാണ് എനിക്ക് കാണിക്കാൻ പറ്റുമോ? ഇത് ഇവരും കാണണം, ജനങ്ങളും കാണണം. ഹലോ. ഇതാ നമ്മുടെ ഇന്റർവ്യൂ സ്റ്റാർ. ആളെ കയ്യിൽ കിട്ടിയിട്ടിരിക്കുകയാണ്. പേടിയാ എനിക്കല്ല, ആദിക്ക്. അതെ, 1.5 വർഷമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കും, പക്ഷെ അത് നടക്കില്ല. ഞാൻ വിദേശത്തില്ലാത്ത കേസാണ് ചെറിയ ആൾക്കാർ. അപ്പൊ ലേതെന്നാണ് സോഷ്യൽ മീഡിയയിൽ കൂട്ടുകൂടിയ ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, എന്താണ് എക്സ്പെക്ടേഷൻ സർ? എനിക്ക് കുറെ പൊട്ടിച്ചിരിക്കണം.
ശരിക്കും കാരണം സാധാരണ ആദ്യത്തെ ഷോയ്ക്ക് പോയാൽ ഭയപ്പാടാണ് ഇത് എങ്ങനെ ചെയ്യണേന്ന് ചെയ്യുമ്പോ അബദ്ധാവുമ്പോ അപ്പൊ ചിരിച്ചോ. ആ. ക്യാരി ഓൺ. ഏതായിരുന്നു വേർഡ്? പറയട്ടെ. ആ, ക്യൂ. ക്യൂ. അത് തുറന്നു നോക്കരുത്. ഇല്ലേ ഓക്കെ, എന്താവുന്നു ശരി. നിങ്ങൾ പോയതിനു ശേഷം ഒരു ചെറിയൊരു അഹങ്കാരം. താങ്ക് യു വെരി മച്ച്. അതാണ് പുറകെ വന്നത്. അതെ അതെ അതെ, അതാണ് വേഗം പറഞ്ഞു വിട്ടത്. ഓ. താങ്ക് യു. ഹൗവർ, നിങ്ങൾ ഇത് ആലോചിക്കാൻ വീട്ടിൽ പോയിട്ടായിരിക്കും ചിലപ്പോൾ റീകൺസ്ട്രക്ട് ചെയ്യാൻ നിന്നാൽ യു വിൽ നോ ലൈക്ക് ഓർ വിൽ ബി പെർപ്ലെക്സ്ഡ്. നിങ്ങളൊരു ലൂപ്പിലോ ഏതാണ് ആദ്യം തുടങ്ങിയത്? ഇൻസോംനിയ. കാരണം എവിടെയാണ് നമ്മളവരെ വിളിച്ചത്, എവിടെയാണ് ഈ വീഡിയോ ചെയ്ത്? വീഡിയോ നമ്മൾ ഇതിൻ്റെ മുകളിൽ നിന്ന് തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ ഇദ്ദേഹത്തിനോട് പറഞ്ഞാൽ നമ്മുടെ അതിലുണ്ട്, അത് ക്ലിയർ ആയിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ള ഞാൻ അയച്ചുതരാം. നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ള കൂട്ടുകൂടിയ ഫോളോവേഴ്സിനൊക്കെ ഉള്ളതെന്ന് വെച്ചാണ് കാണിച്ചത്. ഈ അവസാന പാർട്ട് അദ്ദേഹത്തിന് അറിയില്ല. ഹി ജസ്റ്റ് വെൻ. പക്ഷെ വൈൽ യു ആർ ദേർ എനിത്തിങ് മിസ്സിംഗ്, ഐ ഗേവ് യു ആൻ envelope. നിങ്ങൾ എല്ലാവരും കണ്ടത്. ആൻഡ് ദാറ്റ് സീൽഡ്. തൊട്ടിട്ടില്ലല്ലോ? തൊട്ടിട്ടുണ്ട് പക്ഷെ തുറന്നിട്ടില്ല. തൊടോ അത് പോക്കറ്റിൽ അത് വേറെ ട്രിക്ക് വെച്ചിട്ടുണ്ടല്ലോ, അത് എടുക്കും. ആ, ആദ്യക്ക് ടെൻഷനൊന്നും ഇല്ലല്ലോ എനിക്ക്. എന്ത്? എനിക്ക് ടെൻഷനുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. സോ ഫോർ ദ ഫസ്റ്റ് ടൈം യു ഹാവ് നോ ഐഡിയ വാട്ട്സ് ഇൻ ഇല്ല ഇല്ല, പ്ലീസ് തുറക്കട്ടെ. അതിൽ ക്യൂ ആണെങ്കിൽ ദാറ്റ്സ് ഇംപ്രസീവ് ആവോ? അല്ല, ക്യൂ ആയിരിക്കില്ല. അതിന് മുമ്പേ സംഭവിച്ച കാര്യമാണ്. അതെ, ക്യൂ അതിലുണ്ടല്ലോ അല്ലേ? ക്യൂ തുറന്നോളൂ. എന്നത് കണ്ടിട്ട് എന്താ ഓർമ്മ വരുന്നത്? ഞാൻ ഗന്ധർവ്വൻ. ഓ, ഗന്ധർവ്വൻ. ട്രഡീഷണലി ഈ സമയത്ത് എല്ലാരും കൈയടിക്കാം. ഇയാള് മാത്രം നിങ്ങൾ എല്ലാരും മണ്ടടിച്ച് ചക്കായി നിന്നല്ലേ, അതുകൊണ്ടല്ലേ കൈയടിക്കാതെ? എടാ പറയുമ്പോഴെങ്കിലും ഒന്ന് ആരും എടുത്ത് ഇറങ്ങിയിരിക്കാം, കൈയടിക്കാൻ. എന്റെ വീക്ക്നെസ് ആണ് ഓ, ഏത് ഗന്ധർവ്. ഇയാളെ കാണിച്ചിട്ട് എന്റെ വീക്ക്നെസ് ആണ്. അടുത്ത സിനിമയിൽ ചാൻസ് കിട്ടാൻ എന്തോ പരിപാടി. ഞാൻ പറയില്ലേ, നിങ്ങളെ എനിക്ക് വിശ്വാസമാണ്, ഇവളുമാരെ എനിക്ക് വിശ്വാസം ഇല്ല. വിളിച്ചിട്ട് അഭിമാനിക്കാതെ. അടിപൊളി. ഭയങ്കര അടിപൊളിയായിരുന്നു. അത് നിങ്ങൾക്കുള്ള എന്റെ ഗിഫ്റ്റ്. സോ നൈസ്. ആക്ച്വലി എന്റെ ഒരു കോപ്പി കൂടി ഉണ്ട്, അപ്പൊ നമുക്കത് വേണോട്ട് അയച്ചു കൊടുക്കാം. നല്ല മൊമെന്റ് ആയില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി അദ്ദേഹത്തിന്. ഗന്ധർവന് ഇഷ്ടപ്പെട്ട അവൾക്ക് കൊടുക്കാം. താങ്ക് യു. ആയിക്കോട്ടെ, അപ്പൊ മറ്റേ കോപ്പി നിങ്ങൾക്ക് തരാം. താങ്ക് യു. ഈ മുത്തിന് എന്ത് ചെയ്തിട്ട് വേറെന്തെങ്കിലുമൊക്കെയാണ് പാടിയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ. ഞാൻ ഇങ്ങനെ അതുവഴി അങ്ങോട്ട് കാർ അവിടെ തന്നെ പാർക്ക് ചെയ്തിട്ടുണ്ട് ആ പുഴയിലെടുത്ത്. ആയിരങ്ങൾക്കുമായി പാടാമായിരുന്നു, 1 മണി തൂവൽ പാടാമായിരുന്നു, തൂമഞ്ഞിൻ നെഞ്ചിലുറങ്ങി പാടാമായിരുന്നു. ഞാനത് ആദ്യം നിങ്ങൾ പാട്ടുമായിട്ട് വളരെ ബന്ധമുള്ള റിലേറ്റീവ്ലി ഇറ്റ്സ് ഒബ്വിയസ് ഫോർ ഒരു സിംഗർ വിളിച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ശരത് സാറിനെ വിളിച്ചു കഴിഞ്ഞാൽ എന്താ പാടാൻ വന്ന് എനിക്ക് ഏകദേശം നല്ല ധാരണയുണ്ട്. നിങ്ങൾക്കും ഏകദേശം ഒരു കണക്ക് പിന്നെ ഒരു 4 ലിസ്റ്റിലുണ്ടാവും. സോ ആ ഒബ്വിയസ്നെസ് ഒഴിവാക്കിയിട്ട് ഒരു ഇമ്പോസിബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന വിചാരിച്ചിട്ടാണ് ഞാൻ മാറ്റിച്ചത്. അതിനിപ്പോൾ അത് തെറ്റിയത് കൊണ്ട് മാറ്റി അങ്ങനെ വിചാരിക്കണം. പെട്ടെന്ന് ഓർക്കുന്ന പാട്ടാണ് ഏതോ. ഡിഫിക്കൽട്ട് സോങ്. അദ്ദേഹത്തിനല്ല, നമ്മൾ രണ്ടുപേരും ഞെട്ടിയിരുന്ന ഒരു ഷോ ഉണ്ട്. ജിസ് ഞെട്ടിയൊന്നും ഞാൻ ചോദിച്ചില്ല, പക്ഷെ ഞാൻ ഞെട്ടി. സൂപ്പർ പരിപാടി. മിഥുനെ അവിടെ വെച്ചിട്ട് കാണുന്നത്. ഓ, ഞാനത് ഓരോ സെക്കൻഡ്സും ഇല്ലേ വണ്ടടിച്ച് ഇങ്ങനെ വല്ലാണ്ടായി. അന്ന് ഒരു റെസ്പോൺസ് പറയുമ്പോൾ ഇതിൻ്റെ ഒരു ക്യാമറയും കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ ആ ക്യാമറ നോക്കിയിട്ട് പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ വേറൊരു കാര്യം കൂടെ അതിൻ്റെ ഇടയിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അവസാനം ഞാൻ ക്യാമറയിൽ നോക്കിയൊക്കെ ഞാൻ പറയണോ, ഞാൻ സ്ഥിരം ക്യാമറയിൽ ഒരു മനുഷ്യൻ ക്യാമറയിൽ എനിക്ക് അങ്ങനെ ഒരു ഫ്ലൈറ്റ് ഉണ്ടോ എന്നൊരു സംശയം വന്നു. അത്രയ്ക്ക് ഞാൻ എൻ്റെ ബാലൻസ് എല്ലാം പോയി. ഞാൻ ആ ദിവസം ഓർക്കുന്നുണ്ട്. ആ ദിവസം രജനീഷ് ആക്ച്വലി ഈ ഡബിൾ ധമാക്ക അടിച്ചൊരു ദിവസമായിരുന്നു. അതെ അതെ. കാരണം രജനീഷ് ഏതോ ഒരു പോസ്റ്റ് ഇട്ടിട്ട് അത് എ റഹ്മാൻ ഷെയർ ചെയ്തു എന്ന് പറഞ്ഞ് ഷോ തുടങ്ങുന്നതിന് മുമ്പ് രജനീഷിന്റെ ഒരു ഷോ ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയായിരുന്നു ആള്. ഞാൻ കാണിച്ചുതരാം. അല്ലല്ലോ, ഇല്ലെന്ന് പറയാം. അന്നത്തെ ബോഡി ലാംഗ്വേജ് അല്ല, ആദ്യം ഹഗ് ചെയ്യുമ്പോഴാണ് ഞാനത് അതിന്ന് റിലാക്സ്ഡ് ആവുന്നത് ഒരു പരിധി വരെ. കാരണം
ഈ കൂടെ നിൽക്കുന്നില്ലേ, അപ്പൊ ആദ്യയുടെ ഫോട്ടോ എടുക്കാൻ ഇങ്ങനെ കുറെ പേര് ക്യൂ, ഒന്ന് രണ്ട് പേര് സ്വാഭാവികം. തെറ്റിയും തിരിഞ്ഞൊക്കെ ഇങ്ങനത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ ഞാൻ അവര് അല്ല ഞാൻ പറഞ്ഞോട്ടെ എനിക്ക് ഫീൽ ആവാതിരിക്കും. അതെ ഞാൻ പറഞ്ഞു അപ്പൊ ഞാൻ എന്തോന്നറിയോ, ഞാൻ ഒക്കൂടാവൂന്നൊക്കെ വിചാരിക്കാതെ ഞാൻ അവരോടൊക്കെ പറയാ, ഞാൻ അങ്ങോട്ട് പറയാണ് റഹ്മാൻ മറ്റേ പോസ്റ്റ് ഷെയർ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പൊ ചേട്ടന്റെ മുഖം കണ്ടൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി എന്തോ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടെന്ന്. അപ്പൊ ഞാൻ ഫോട്ടോ എടുക്കണമെന്നൊക്കെ പറയും, വരൂ വാ മക്കളെ മക്കളെ എന്നൊക്കെ മുകേഷ് വിളിക്കുമ്പോൾ വിളിച്ചിട്ട് അടുത്ത്. അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ ഔട്ട് ഓഫ് കൺട്രോൾ ആണ്. അപ്പൊ ഞാൻ പെട്ടെന്ന് ആദ്യയുടെ അടുത്ത് ഓടിച്ചെന്നു. അപ്പൊ ആദ്യയുടെ അടുത്ത് ഒരുപാട് ക്യൂ ഉണ്ട്, പക്ഷെ എന്നെ ആദ്യം വിളിച്ചതായതുകൊണ്ട് ആദ്യം പെട്ടെന്ന് എന്നെ കണ്ടപ്പോ മൈൻഡ് ചെയ്തു, ഭാഗ്യം. അല്ലെങ്കിൽ ചെയ്യില്ലേ. കെട്ടിപ്പിടിച്ചപ്പോഴാണ് ഞാൻ ഒരുവിധം റിലാക്സ്ഡ് ആയത്. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല ചോദ്യങ്ങളും ഉണ്ട് കേട്ടോ, കൊണ്ടുപോകാനുണ്ട്. അതിനു മുമ്പ് കലൂര് നമ്മള് ആദ്യയുടെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഒരു സ്ഥലത്ത് കുറെ പിള്ളേർ അടി കൂടുന്നുണ്ട്. ഈശ്വര, ഈ അടി കൂടുന്ന സ്ഥലത്ത് ആദി പോയിട്ട് ഇടപെടാൻ പോവാ. ഞാൻ പോയിട്ട് വരാമെന്ന്. ഞാൻ പറഞ്ഞു ആദ്യം ഇവിടെ പോവാന്ന് ചോദിച്ചു. അപ്പൊ നിങ്ങൾ ഇവിടെ നിൽക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വരാന്ന് പറഞ്ഞു. വേണ്ട, എന്നെ തള്ളി നിർത്തി. ഇയാൾ അറിയാലോ മറ്റേ പണ്ട് മാർഷൽ ആർട്സ് ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കുമ്പോ അടിയിട്ട് അവിടെ പോയിട്ടെ അമ്മമാരുടെ മുമ്പ് പോയി നിന്ന് കൊടുക്കുക ഇങ്ങനെ, എന്നിട്ട് അവന്മാരോട് വർത്താനം പറയാൻ ശ്രമിക്കുക. അപ്പൊ ഞാൻ ആദ്യം വന്നപ്പോ ചോദിച്ചു, ആദ്യം മെന്റലിസം ഇല്ലെങ്കിൽ മനസ്സിനെ കുറിച്ച് അറിയാവുന്നത് കൊണ്ടാണോ അതേ ഒരു ഹ്യൂമൻ ആയതുകൊണ്ടാണ് എന്തിനാ ആ അടിയിൽ പോയി പങ്കെടുത്തേ? ഞാൻ തല്ലിയൊന്നുമില്ലല്ലോ. ഇല്ല തല്ലിയില്ല. അതെന്താ അറിയോ, തല്ലി കിട്ടുമല്ലോ അമ്മയുടെ കയ്യിൽ എന്തുണ്ടെന്ന് അറിഞ്ഞു. അതൊന്നും പറ്റില്ല. ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ലാത്ത എൻ്റെ ഒരു ക്യാരക്ടറിന്റെ ഒരു ലെയർ, അത് ഡാർക്ക് ആണോ ഡീപ്പ് ആണോ ഇനി കോംപ്ലിക്കേറ്റഡ് ആണോ എന്ന് ഞാൻ ആലോചിച്ചിട്ട് ഞാനത് പറയാം. എനിക്ക് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞത് കുറെ കുട്ടികളാണ്, എല്ലാം പഠിക്കുന്ന പോലത്തെ കുട്ടികളാണ്. ആൻഡ് ഇറ്റ്സ് എ റിയൽ ബിഗ് ഇഷ്യൂ. ബ്ലഡൊക്കെ വലിച്ചിട്ട് അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്, ബൈക്കിൽ കുറേ ആൾക്കാർ വരുന്നുണ്ട്. ഇതൊരു ഞാൻ രേഷിടാ ഞാനൊരു 5 മിനിറ്റിനുള്ളിൽ ഞാൻ ആ പ്രശ്നം തീർത്ത് കാണിച്ചാട്ടെ. നോട്ട് ടു പ്രൂവ്, എനിക്ക് അങ്ങോട്ട് പോകാൻ വണ്ടി ഓടിക്കല്ല, അവിടെ നിർത്തിയിട്ട് അങ്ങോട്ട് പോകാനൊരു കാരണം വേണം. അപ്പോൾ ഞാനിങ്ങനെ ചെയ്യാം. അപ്പോൾ അതിന് ശേഷം ഇത് വേണ്ടത്തെ വെള്ളി ഓടിക്കും. നമുക്ക് രസമല്ലേ. ഞാൻ അവിടെ പോയിട്ട് അവരോട് സംസാരിച്ചു. നമ്മളൊരു ആങ്കർ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു വലിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഈ ഉപദേശമൊന്നും കേൾക്കാനുള്ള ഇതൊന്നും ആയിരിക്കില്ല. പക്ഷേ ദർ ആർ സം സെർട്ടൻ ടെക്നിക് നമുക്ക് ആ സാഹചര്യം കൺട്രോളിൽ എടുക്കാമെന്ന് പറയും അല്ലേ. അപ്പോൾ അത് ആ ഒരു മാഗ്നറ്റിസം ഉദ്ദേശിച്ചിട്ടാണ് ഇടപെട്ടത്. അല്ലെങ്കിൽ ഇത് ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ മിഥുന് നന്നായിട്ട് കണക്ട് ചെയ്യും, നിങ്ങൾക്കും കിട്ടുമായിരിക്കും. സോ ഒരുപാട് ജീവിതം ജീവിച്ച ഒരാൾക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ടാവും എന്നുള്ളൊരു, മുമ്പ് എന്നെ അറിയുന്നവർക്കൊക്കെ അറിയാം. ലൈക്ക് സിവിയർ തൊട്ടാവാടി മൂഡ്സിങ്ങുള്ള ആളാണ്. അപ്പോൾ അത് ഒരു സിവിയറായി നിൽക്കുന്ന ഒരു സമയത്ത് ചെയ്തു തുടങ്ങിയ ഒരു പ്രാക്ടീസാണ്. ദിസ് ഇസ് നോട്ട് അഡ്വൈസബിൾ. ഒരാൾ ഈ പറയുന്ന കേട്ടിട്ട് ഇങ്ങനത്തെ വള്ളി പിടിക്കരുത്. So certain period of time live in another skin character. Like ഒരു ഫിലോസഫി ഇഷ്ടമുള്ള ഒരാൾ അല്ലെങ്കിൽ ഒരു പോയറ്റ് എങ്ങനെയായിരിക്കും ജീവിക്കുന്നുണ്ടാവുക? നമുക്കൊരു ക്രിമിനൽ ജയിലിൽ തന്നെ പോയിട്ട് കിടന്നിട്ട് തന്നെ അറിയാൻ പറ്റില്ലായിരിക്കും. പക്ഷേ അതിനോടടുത്ത് നമുക്ക് നമ്മുടെ മാനറിസം, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, അവർ ചെയ്യുന്ന കാര്യം, ഒരു ഇൻട്രോവേർട്ടായ ഒരാൾ, ഏറ്റവും ഷൈ ആയിട്ടുള്ള ഒരാൾ, അത് അല്ലെങ്കിൽ ഒരു കുറച്ചൊരു ഗുണ്ടായിസം പോലെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരു സെലിബ്രേറ്റഡ്, ഇതുപോലെ ഒരു ക്യാരക്ടർ എടുത്തിട്ട് അവരെ പറ്റി പഠിക്കുക, അവരെ പറ്റി വായിക്കുക, അവരെ ഒബ്സർവ് ചെയ്യുക, അതുപോലെ ജീവിച്ചു നോക്കുക. ഇത് വേറെ ആർക്കും ഹാം ഉണ്ടാവുന്ന പോലത്തെ ജീവിതമല്ല. അതിനെ ഒരുപാട് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ദഹിക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? എക്സാക്ട്ലി. അത് പക്ഷേ നമ്മുടെ ഇന്റൻഷൻ ആക്ട് ചെയ്യാന്നുള്ളതല്ല, പഠിക്കുക എന്നുള്ളതാണ്. ഈ സ്കൂളിൽ പണ്ടെല്ലാം പഠിക്കുന്ന സമയത്ത് നമ്മൾ കള് പറയും, പോയിരിക്കാൻ പനി എന്നെല്ലാം പറയും, അത് വയറുവേദന പറയും. കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ തന്നെ ആവും. നമ്മളിത് പറഞ്ഞവർ നമുക്കിത് അല്ലേ അങ്ങനെ ഒരു വി കൈൻഡ് ഓഫ് എനിക്കത് ഇതിപ്പം പല കഥകളും ഇതിന് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്നു. ഹീസ് ബീൻ വിത്ത് മീ. പക്ഷെ നിങ്ങൾക്ക് ഉണ്ടാവും എന്നോട്, അതായത് ഇയാളല്ലല്ലോ പിന്നെ എന്നുള്ളൊരു സാധനമല്ലേ, കോർ ക്യാരക്ടർ അവിടെ തന്നെ ഉണ്ടാവും. അതിന് വീട്ടുകാരൊക്കെ എന്ത് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും? സാധാരണ അവർ നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്ന അല്ലെങ്കിൽ നമ്മൾ തീരുമാനം എടുക്കുന്ന പാറ്റേണിലായിരിക്കരുത് അപ്പം എടുക്കുന്നത്. ഇതൊരു അബ്സേർഡ് ക്യാരക്ടറാണ്. ഞാൻ വളരെ അബ്സേർഡ് ആയിട്ട് ഇങ്ങനത്തെ ഭ്രാന്തും പരിപാടിയൊക്കെ ചെയ്യുന്ന ആളാണ്. നിങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്നുണ്ടാവും. അതിൽ സ്റ്റേജിൽ കയറുമ്പോൾ അന്ന് ഞാൻ അപ്പോഴും എൻ്റെ ക്യാരക്ടർ അത് പിടിക്കാറുള്ളൂ. അങ്ങനത്തെ സമയത്ത് ഇത് എപ്പോഴും ഇങ്ങനെയെന്നല്ല. ഐ ലിവ് ഇൻ സ്റ്റോറീസ്. ആ സമയത്ത് എൻ്റെ കൂടെയുള്ളവർ അല്ലെങ്കിൽ അത്രയും ഇന്നർ സർക്കിളുള്ളവർക്ക് എല്ലാവർക്കും അറിയാട്ടോ ഈ കാര്യം, വെട്ടുള്ളത് അറിയാം. അല്ലാത്തവർ കൺഫ്യൂസ്ഡ് ആവും. ഇയാൾ ഇങ്ങനെയാ, ഇതെന്താ സംഭവം? അങ്ങനെ നേരത്തെ കാണുമ്പോൾ ഭയങ്കര എന്നാ വാടാന്നുള്ളൊരു പോലെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സമയത്ത് സൈലൻ്റ് ആയിട്ട്.
എഗെയിൻ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കുമ്പോൾ, എല്ലാ മാനസികാവസ്ഥ പഠിക്കുമ്പോൾ നമ്മുടെ കുറേ ക്യാരക്ടറിലേക്ക് വരുമായിരിക്കും. Yeah. ഇപ്പം ഐ എം കൈൻഡ് ഓഫ് ഗുഡ് ഇൻ. അപ്പോൾ അങ്ങനെ ഏതോ ഒരു പാറി പറന്ന് നടക്കുന്ന സമയത്താണ് പൊതുവിൽ ഈ പൂ പോലെയുള്ള സ്വഭാവമുള്ള മനുഷ്യനാണ് കേട്ടോ. പാട്ടൊക്കെ പാടി ഭയങ്കര രസമായിട്ട് നടക്കുന്നത്. ഇപ്പൊ അത്യാവശ്യം ഷൈ ആയിട്ട് ലാലേട്ടനെ പോലെ ചരിഞ്ഞ് സ്റ്റേജിൽ വരുന്ന സമയത്ത് അതിനുള്ളതാണ്. ലാലേട്ടനാണ് സ്റ്റേജിൽ വരുന്ന സമയത്ത്. അല്ലല്ല, സ്റ്റേജിൽ വരുന്ന സമയത്തൊക്കെ ഭയങ്കര രസമായിട്ട് തമാശയൊക്കെ പറയുന്ന മനുഷ്യനാ. അല്ലെങ്കിൽ രസമില്ലേ? അല്ല, ആ സമയത്ത് ഈ മനുഷ്യന്റെ മുഖത്ത് നമ്മൾ ചില സാധനങ്ങൾ കാണുമ്പോഴല്ലോ പണിയാവും. ആക്ച്വലി ആരാ ഒരു സിറ്റുവേഷൻ നമ്മളിങ്ങനെ എടുക്കുവാണല്ലോ, അന്നുണ്ടായിന്ന് പറഞ്ഞ പോലെ. അതെ. തനിയെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴും വിദേശത്ത് പോകുമ്പോഴൊക്കെ ഇത്തരം സാഹചര്യങ്ങൾ Definitely, yes. അപ്പോ കൂടെ ചിലപ്പോൾ ഒരാൾ പറഞ്ഞു തരാനുണ്ടാവണമെന്നില്ല, പിന്തിരിപ്പിക്കാൻ ഉണ്ടാവണമെന്നില്ല. അതെ. ഇല്ല, ഐ മീൻ ഞാൻ വേണ്ടാത്ത വള്ളിയെല്ലാം പിടിക്കുന്നുള്ളതല്ല. നോട്ട് എവറിത്തിങ് ഈസ് മൈ വാർന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പം നമ്മളെടുത്തൊക്കെ ഇപ്പോഴും അടുത്ത് ഒരു കഴിഞ്ഞൊരു 10 വർഷമൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. അല്ല, അതിന് മുമ്പൊക്കെയാണ് നമ്മളെടുത്ത ഒരാൾ വന്നിട്ട് ഒരു സീൻ ഉണ്ടാകുമ്പോൾ നമ്മൾ അങ്ങനെ ആയിരിക്കില്ല. നമ്മൾ അതെങ്ങനെ വേറൊരു ഒരാളും ചിന്തിക്കാത്ത രീതിയിൽ ചിന്തിക്കാന്നായിരിക്കും അപ്പം ആലോചിക്കുക. പക്ഷെ ബേസിക്കലി അന്ന് അവിടെ ഒരു പ്രശ്നമുണ്ട്. എനിക്ക് ചെറുപ്പത്തിലാണെങ്കിലും എനിക്ക് ഇങ്ങനത്തെ സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ട് നല്ല പരിചയമുണ്ട്. പിന്നെ നിങ്ങൾക്കറിയാം, അത് പലർക്കും അറിയില്ല. എനിക്ക് അപ്പൊ അതെന്താ വെച്ചാല് ആ യങ് ആയിട്ടുള്ള കുട്ടികളാണ്. കാര്യം ഇപ്പൊ അവർക്കൊരു ദേഷ്യം വന്നിട്ട് ഞാനോട് ചോദിച്ച് അത് പക്ഷെ അതൊരു കോൺഫിഡൻസ് ഇല്ല. അപ്പം എനിക്ക് അവരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാനോ അത് തിരിച്ചുവിടാനോ പറ്റുന്നുള്ളതാണ്. കുറെയൊക്കെ അത് വർക്കായി. രജനീഷ് ഭായി, അതിനകത്ത് ആഡ് ചെയ്യാനൊരു പോയിന്റ്, 99.9% പുള്ളി മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രശ്നത്തിൽ. അതെ അതെ, അങ്ങനെ പറ്റുള്ളൂ. സ്വന്തം കാര്യങ്ങൾക്ക് ഒന്നും മിണ്ടാതിരിക്കുന്ന ഒരുപാട് ഇൻസിഡൻസ് ഞാൻ ഡയറക്റ്റ്ലി കണ്ടിട്ടുണ്ട്. പക്ഷേ ചിലപ്പോൾ നമ്മൾ ഷോസുമായിട്ട് ബന്ധപ്പെട്ടാകുക അല്ലെങ്കിൽ എന്തെങ്കിലും നിൽക്കുമ്പോൾ വളരെ സ്ലൈറ്റ് ആയിട്ടുള്ള ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും മറ്റുള്ളവർക്ക് വേണ്ടി പുള്ളി ചാടി ഇടപെടാറുണ്ട്. ഇതിന് എന്റെ അടുത്ത കൂട്ടുകാരനാണ്. ഇപ്പൊ ഇവരൊക്കെ നമ്മളിപ്പോ ഇന്നാണ് പരിചയപ്പെടുന്നത്. മൈ ബ്രദർ, വളരെ അടുത്ത സുഹൃത്താണ്. ഇതൊക്കെ ഉണ്ട്. മിഥുൻ ഇവിടെ ഇരിക്കുന്നു നമ്മൾ ഇടുന്ന തീരുമാനിച്ചത്. ഇതിനെ ഞങ്ങൾ ഒന്ന് ബാലൻസ്. കാരണം മിഥുൻ എന്ന് വെച്ചാല് നമ്മളറിയുന്ന എല്ലാവർക്കും അവനറിയാം. എന്റെ ഒരു നേച്ചറിൽ നമ്മള് കുട്ടികളെ കൊണ്ടുപോകുന്ന പോലെ കൊണ്ടടക്കലാണ് കൂടിയുള്ളവര്. അപ്പൊ ഇവനൊക്കെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് വലിയ തട്ടുകൾ. അറിയാമല്ലോ. കാരണം പക്ഷെ എന്ത് മെന്റലിസ്റ്റാണ് നമ്മളെ ഏറ്റവും കൂടുതൽ എളുപ്പം എന്നെ പറ്റിക്കാൻ. അപ്പം എങ്ങനെ പ്രശ്നത്തിലെല്ലാം വീണില്ല. അപ്പൊ ഇവരൊക്കെ ആണ് പറയുന്നത്. ഇവരുണ്ടെന്ന് അറിയുമ്പോ നമ്മളെ ഫാമിലിയിലായാലും ബാക്കി കൂട്ടുകാർക്കാവും അവരുണ്ടോ, ഓക്കെ, അങ്ങനെ കുറച്ച് പേരുണ്ട്. അപ്പൊ നീ ഇരിക്കുമ്പോ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, വേണം വേണ്ട. ഇപ്പൊ അല്ല, അത് മറ്റേ ട്രിക്സ് ഒന്നും ചെയ്യുമ്പോ അല്ല, അവനെ ചെയ്യില്ല. ചെയ്ത പുളിയൊന്നും പേടിച്ചിട്ടാ. 1-to-1 ആണ്. ഒരു രഹസ്യം ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ ഈ 2 ആൾക്കാരെ വിളിച്ചുകൊണ്ട് വന്നത് കുറച്ച് മാജിക് കാണിക്കുമെന്ന് പറഞ്ഞിട്ട് ആദി മാജിസ്റ്റ് ആദിയല്ല, മാജിക് കാണിക്കുന്ന ഒരു ആദിയും കൂടെ കാണിച്ചു തരാൻ പറഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് ആദി. ആ മോതിരം മാറ്റുന്നൊരു പരിപാടിയുണ്ട്. മോതിരം മാറ്റൽ തന്നെയാണ് ഈ മോതിരം വെച്ചിട്ടുള്ള അണ്ണനും ഭയങ്കര ഇഷ്ടമാണ്. 6 പ്രാവശ്യം 20 വീഡിയോ ഉണ്ട്. ഞാനൊരു 6 പ്രാവശ്യം കണ്ടിട്ട് എനിക്ക് മതിയായില്ല. ഞാൻ 4 സൈഡിൽ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യണം നമുക്കിത്. ആയിക്കോട്ടെ. ഇന്ന് ഇത് മോതിരം എല്ലാവരും മോതിരത്തിലേക്ക് വെച്ചോ, എവിടെയാണെന്ന് വെച്ചാൽ വെച്ചോ. കാരണം ഇത് സ്റ്റേജിൽ കാണിക്കാൻ പറ്റില്ലല്ലോ. അതെ അതെ അതെ, അങ്ങനെ മെന്റൽ ചെയ്യണോ? ഇപ്പൊ ചെയ്യണം, സമയം ചെയ്യാൻ പറ്റില്ല. ഇതിലെ ഒരു വലിയ പ്രത്യേകതയുള്ള മോതിരാണ്. അതിന്റെ കഥ പിന്നെ പറയാം. ഐ ഡോണ്ട് ബിലീവ് ഇൻ ഈ സ്റ്റോൺ ഐഡിയയിലൊന്നും എനിക്ക് മനസ്സിലായി. കല്ല് നല്ല അതെന്റെ കയ്യിൽ തന്നെ അതാണ്, അതുകൊണ്ട് അത് പറയാതെ വിടരുത്. അത് റിപ്പീറ്റ് കാണിക്കും. ഒന്നുകൂടെ പ്ലീസ്, ഒന്നുകൂടെ. ആള് കണ്ണു ചെമ്മി ക്യാമറ കണ്ടേ ഒന്നുകൂടെ 2 പ്രാവശ്യം അങ്ങനെ പറയാം. എല്ലാവരും നോക്കിക്കോട്ടെ. ആരും കണ്ടില്ല. ബേസിക്കലി എന്താ പറ്റാ അറിയോ? എല്ലാം റെഡി അല്ലേ? ക്യാമറ എല്ലാം റെഡി അല്ലേ? എന്താ ചിമ്മി എന്ന് പറയരുത് ആരും. അതെ, ക്യാമറ ഷെയ്ക്കോ. ഞാൻ നേരത്തെ ഞാനൊരു 2 ആഴ്ച പ്ലാൻ ചെയ്തിട്ട് ഒരു വലിയൊരു പിന്നെ ഓവർ ദ അല്ലേ ഫോണൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമൊക്കെ ചെയ്തിട്ടാകുമ്പോ ഇത്തിരി റിയാക്ഷൻ തന്നെ. ഇത് ഇങ്ങനെ വെച്ചിട്ട് വേറൊരു സാധനം കാണിക്കുമല്ലോ, അത് കാണിച്ചു തരില്ല. അത് പ്ലീസ്
അത് എല്ലാം കാണിക്കും, കുറച്ച് കഴിയട്ടെ ഡെവലപ്പ് ഈ ചെയ്തെങ്കിൽ. മോതിരത്തിന്റെ സെഗ്മെന്റ് അങ്ങ് തീർക്കാൻ വേണ്ടി കുറെ ഉണ്ട്, അത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓരോന്ന് ഇങ്ങനെ ഇട്ട് തരാം. ഇങ്ങനെ വെച്ചിട്ടൊരു സാധനം കാണിക്കും. Please, അതും കൂടെ കാണിച്ചിട്ടാ രജനീഷ് എന്ന് വെച്ചാലേ മനസ്സിന് മറ്റേ ഓർഡർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മോതിരം അല്ല ഇതെന്ന് പറയാം, മോതിരം അങ്ങനെയല്ല. മോതിരം ഇന്ന് വെച്ചിട്ട് 2-3 സ്റ്റൈൽ കാണിക്കുമ്പോ ഉണ്ടല്ലോ ഈ അത്ഭുതം എനിക്ക് കൂടിക്കൊണ്ടിരിക്കുക. വരും. അതുകൊണ്ടാണ് ഈ ചില കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ കൊണ്ട് വെയിറ്റ് ഇന്നല്ല. ചെയ്യാം. റോബോട്ടിന്റെ ഒരു കഥ ഈ കഥ അല്ല അതൊന്നുമില്ല. അതിങ്ങനെ റോബർട്ട് എന്ന് പറഞ്ഞ സുഹൃത്തുണ്ട് തിരുവനന്തപുരത്ത്. അവനിങ്ങനെ ഒരു സ്ഥലത്ത് അവന്റെ ഫ്രണ്ടിന്റെ വീട്ടിലിങ്ങനെ അവന്റെ വീടിന്റെ അടുത്താണ്. അവിടെ പോയപ്പോൾ പരിചയപ്പെട്ടു. അളിയ ഒന്നാളെ അവൻ പോയിട്ട് എന്തോ കാണിക്കുന്നു, എന്തോ ഇങ്ങനെ പറഞ്ഞു. എനിക്കാണെങ്കിൽ ചമ്മലായിട്ട് എൻ്റെ അമ്മയെ ഇത് 2012 എന്തോ ആണ്. എന്നിട്ട് ഞാൻ എന്തോ ചെയ്തു കേട്ടോ. ചെയ്തത് അന്നേരം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കിട്ടിലും പരിപാടിയാണ്, പക്ഷെ പെട്ടെന്ന് തീരും. എന്നിട്ട് അപ്പോൾ ആ കുട്ടി അവരിങ്ങനെ നിന്നിട്ട് ആ മുതുകടക്ക പൂ മാറ്റേണ്ടത് എങ്ങനെയാണ്? അത് ജിസിനോട് ചോദിച്ചു. സീരിയസ്ലി ഞാൻ അന്ന് 8 മാസം പ്രാക്ടീസ് ചെയ്തിട്ട് ഭയങ്കര തല ഒഴിഞ്ഞിട്ടൊരു കാര്യം പ്രാക്ടീസ് ചെയ്തതാണ്. ആ ചേച്ചി അല്ല ഇത് പൂ മാറ്റുന്നതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമല്ല, പക്ഷെ അത് നമുക്കൊരു 2 മിനിറ്റ് കൊണ്ട് പഠിക്കാൻ പറ്റുന്ന ഒരു എഫക്റ്റേ ഉള്ളൂ. മനസ്സിലാക്കാം, പൂവിന്റെ കളർ മാറ്റം നല്ല പരിപാടിയല്ലേ. പക്ഷെ അത് എന്റെ ഈഗോക്ക് ഞാൻ വെച്ചു ഇതിങ്ങനെ ഒന്ന് പൊട്ടിയിട്ട് അതിലേക്ക് അങ്ങനെ പോയത്. ഞാൻ റോബർട്ടിന്റെ നോട്ടം നോക്കി. ഇതിന്റെ ഉത്തരം ആദ്യം തന്നെ പറയും. അല്ല അതുപോലെയാണ് ഞാൻ ആ വലിയ കാര്യം, ഇത് നല്ല പരിപാടിയാണ്. അല്ലല്ല, ഇതിന്റെ ഉത്തരം ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം പഠിക്കാവുന്നതാണ്. ഇപ്പൊ ഹിപ്നോസിസ് പഠിക്കുക, അത് പഠിക്കുക, മൈൻഡ് റീഡിങ് പഠിക്കുക, ഇങ്ങനെ കുറെ സാധനങ്ങൾ പഠിച്ചു. മറ്റേ കണ്ണിന്റെ ചലനങ്ങൾ പഠിച്ചു, മൈക്രോ എക്സ്പ്രഷൻ പഠിച്ചു. പക്ഷെ ഇത് സ്റ്റേജിൽ അവതരിപ്പിക്കുന്നത് ഇതൊക്കെ കൊണ്ടുപോയി കാണിച്ചിട്ട് കാര്യമില്ല. അതിനൊരു നൈപുണ്യം വേണം. അതെങ്ങനെ മിക്സ് ചെയ്ത് അവതരിപ്പിക്കണമെന്നെടുത്താണ് സാധനം. അതുകൊണ്ടാണ് ആദ്യം പോയിട്ട് മെന്റലിസ്റ്റുകളുടെ അടുത്ത് കാണിച്ചിട്ട് തന്നെ കൈയടി നേടുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഇതിന്റെ അവതരണമാണ്. ഓക്കെ, ഇപ്പൊ ശരിയായില്ലേ? ശരി. ഇല്ലെങ്കിൽ ഞാൻ പാകപ്പെട്ടു. ജിസിന് ഇടയ്ക്ക് ഞാൻ ഹെൽപ്പിന് വിളിച്ച് ഫോട്ടോ കൊണ്ടുപോല, ജിസ് മൈൻഡ് ചെയ്യില്ല. അല്ല, ചില സമയത്ത് ഇപ്പൊ എനിക്കൊരു അമ്മായി, എന്റെ അമ്മയുടെ അമ്മായിയാണ്. ഞാനും അമ്മായി എന്നാ വിളിച്ചിരുന്നത്, മരിച്ചുപോയി. പക്ഷെ അമ്മായി ഉണ്ടാക്കിയിരുന്ന ഫുഡിന്റെ, നമുക്ക് എല്ലാവർക്കും അങ്ങനത്തെ ആൾക്കാർ റിലേറ്റ് ചെയ്യാനുണ്ടാവും. അമ്മായി ഉണ്ടാക്കിയിരുന്ന ഫുഡിന്റെ രുചി ലോകത്ത് എവിടെ ട്രാവൽ ചെയ്താലും നമുക്ക് കിട്ടിയിട്ടില്ല. അത് നമ്മൾ വെറുതെ ആലങ്കാരികമായിട്ട് പറയുന്നതല്ല. അപ്പൊ നമ്മൾ ആലോചിക്കാറുണ്ട്, മറ്റേ ഈ ഹോട്ടൽ മാനേജ്മെന്റ് പ്രൊഫഷണലി പഠിച്ച ഷെഫാവാൻ പഠിച്ച ആൾക്കാരൊക്കെ പലതരത്തിൽപ്പെട്ട ഷെഫുകൾ ഉണ്ടാക്കിയ ഭക്ഷണം നമ്മൾ കഴിച്ചിട്ടുണ്ട്. പക്ഷെ എപ്പോഴും ഇവരുടെ ഈ ഫുഡിന്റെ ടേസ്റ്റ് നമ്മൾ ആലോചിക്കുമ്പോൾ അമ്മായിയുടെ മുഖം ഓർമ്മിക്കുന്ന ആ രുചി കൊണ്ടാണ്, അല്ലെ ആ ഒരു ഫ്ലേവർ എവിടെന്നെങ്കിലും കിട്ടുമ്പോൾ അമ്മായി ഓർക്കും. മനസ്സിലായോ? അപ്പോ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ കൈപുണ്യം എന്ന് പറയുന്ന സാധനം നമ്മൾ വളരെ ഒരു ചെറിയ വാക്കിൽ ഒതുക്കിയെങ്കിൽ പോലും ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ പഠിച്ചെടുക്കാൻ പറ്റുന്നതല്ല. അതിനകത്ത് കുറേ കാര്യം ഇന്റഗ്രേറ്റഡ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഗുരുക്കന്മാരുടെ ബ്ലെസ്സിങ് ഉണ്ടാവും, നമ്മളെ ഇങ്ങോട്ട് ഈ ഭൂമിയിലേക്ക് വന്നതിന്റെ ഉദ്ദേശത്തിലുണ്ടാവും. അങ്ങനെ പല കാര്യങ്ങൾ ചേർന്ന ഒരു കൈപുണ്യമാണ് ഈ പറയുന്ന. അല്ലെങ്കിൽ ഇപ്പോ ഇത് പഠിക്കാൻ പോയ എല്ലാവരും അങ്ങനെ ആവണമല്ലോ. ഇത് പഠിക്കാൻ പോയ എല്ലാവരും അങ്ങനെ പഠിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇപ്പൊ നമുക്കൊരു സ്റ്റൂൾ ഉണ്ടാക്കാൻ പഠിക്കാം, അല്ലെ, കസേര ഉണ്ടാക്കാൻ പഠിക്കാം, കെട്ടിടം പണിയാൻ പഠിക്കാം. എല്ലാവരും ഒരു ബംഗാളി വന്ന് പണിതാലും ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കും. പക്ഷെ ഇത്തരം ചില കാര്യങ്ങൾ പഠിപ്പിക്കാൻ പറ്റില്ല. അത് വേറൊരു എവിടെന്നോ ഒരു ടച്ച് നമ്മുടെ ശിരസിൽ കിട്ടണം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത്തരം ഒരു ടച്ച് കിട്ടിയതിന്റെ ഒരു ഭംഗിയിലാണ്. അത് കൊള്ളാം, ഒരു ഹഗ് തന്നിരിക്കുന്നു. പക്ഷെ അത് ഈ പഠിപ്പിക്കുന്നതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ആദ്യം ഇത് ആഗ്രഹിച്ച് പോയതല്ല, അവിടേക്ക് എത്തിയതാണ്. പോയി അങ്ങനെയല്ല, ആഗ്രഹിച്ചത് തന്നെയാണ്. പക്ഷെ ആഗ്രഹിച്ചത് അതുപോലെ ഇല്ല, ഡസൻ എക്സിസ്റ്റ് എന്ന് മനസ്സിലായപ്പോ അതിനോട് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ തുടങ്ങും അല്ലേ. അങ്ങനെ ലാൻഡ് ചെയ്തതാണ്. ഇപ്പൊ പഠിപ്പിക്കുന്നുണ്ടല്ലോ പലരും, മെന്റലിസം പഠിപ്പിക്കാം എന്ന് പറഞ്ഞു. പോയി തലവെച്ച് കൊടുക്ക്, നല്ല രസമായിരിക്കും. ആപ്പ് ഉണ്ട്, ആപ്പ് കറക്റ്റ് ചോദിക്കാൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. മാജിക് ഉണ്ട്, കുറേ വർഷം അത് പഠിച്ചിട്ട് മെന്റൽ മാജിക് എന്ന് പറഞ്ഞൊരു സെഗ്മെന്റ് ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെയും കുറെ പണിയുണ്ട് ഈ മെന്റലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഐഡിയ കൈകാര്യം ചെയ്യാൻ പറ്റണം. ഒരു കാര്യം ഫ്ലറിഷ് ചെയ്ത് വരുന്ന സമയത്ത് അതിനെ വാണിജ്യം ചെയ്യാനും വ്യഭിചരിക്കാനും ഒക്കെ ആളുണ്ടാവും. ആ വാക്ക് തന്നെയാണ് ഉപയോഗിച്ചത്. നമുക്ക് അവരോട് പ്രശ്നമൊന്നുമില്ല, പക്ഷെ ശരിയല്ലെന്നേ. ഒന്നാമത് സീക്രസി ആവശ്യമുള്ള ഒരാട്ടാണിത്. ഇപ്പൊ തന്നെ യൂട്യൂബും കാര്യങ്ങളൊക്കെ അവിടെ ഉള്ളതുകൊണ്ട് ഒരുവിധം എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ എളുപ്പമാണ്. പല കാര്യങ്ങളും. പിന്നെയും അത് കഴിഞ്ഞ് സർവൈവ് ചെയ്ത ഒരു ആർട്ടിനെ നിർത്തുന്ന കുറച്ച് പേരുണ്ട്. ദാറ്റ്സ് എ നോബിൾ തിങ്.
ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് പറയാം. എന്റെ കാമുകിയുടെ പേര് ഞാൻ മറന്നുപോയി, ആദ്യം കണ്ടുപിടിക്കാൻ പറ്റുമോ? വിച്ച് വൺ? അത് അവളുടെ അടുത്ത് ചോദിക്കാൻ പറ്റില്ല. വീട്ടിൽ കയറണം ചേട്ടാ. അല്ല, ലിസ്റ്റ് എടുക്കുന്നു പേടിച്ചിരിക്കുവാ അല്ലേ? ഓക്കെ, വൈഷ്ണവി ശരിക്കും വെറുതെ ഇരുന്ന് മേടിക്കണ്ട. അല്ല, അത് 1 hour അല്ലേ ഷോ അല്ലേ? 1 hour അല്ലേ? കരുതി വെച്ചിരുന്ന് അടിച്ചതാണ്. വൈഷ്ണവി ശരിക്കും ആദ്യം പരിചയപ്പെട്ടിട്ടില്ല. അല്ലല്ല, സമ്മതിക്കത്തില്ല. ആ ലിസ്റ്റ് പറയാനല്ലേ, അഭിനയിച്ച സിനിമകളെ കുറിച്ച് പറയാനാണ്. അത് പറയണ്ടത്. നിങ്ങൾ പരിചയപ്പെടുത്തോ? പൊന്മാനിലെ ശരിക്കും പൊന്മാനില് മനസ്സിലായി. നല്ല റോളാണ് ചെയ്തിരിക്കുന്നത്. പൊന്മാൻ കൊണ്ട് നീ രക്ഷപ്പെടും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. സിസ്റ്ററായിട്ട് അല്ലേ? ആ, മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായി. പറഞ്ഞപ്പോ മനസ്സിലായി. സന്തോഷമുണ്ട് കേട്ടോ, സന്തോഷമുണ്ട്. മഞ്ജുനെ ശരിക്കും മിഥുന്റെ മനസ്സിലായിരുന്നു കണ്ടപ്പോ. അന്ന് ഒളിച്ചോടിയ കുട്ടിയാണ്. അതായത് കഥ തുടരുന്നു സിനിമയില് ഒളിച്ചോടിയത് ഇയാളാണ്. അത് വെച്ചിട്ടാണ് ഫേമസ്. ഫഹദ് ഫാസിൽ കണ്ടപ്പോ ചോദിച്ചു, ഒളിച്ചോടി പോയ പെണ്ണല്ലേ? എല്ലാവർക്കും എനിക്ക് അറിയില്ല. ആ, രസേന്ദ്രൻ അതിൽ ഒളിച്ചോടി പോകുന്ന ഇവളാണ്. പിന്നെ ഇവിടെയാണ് അന്ന് എത്ര വയസ്സായിരുന്നു ഒളിച്ചോടിയപ്പോ? അന്ന് വയസ്സൊക്കെ എന്താ ഉദ്ദേശം? അത് മാത്രമായിട്ട് റീല് 16 വയസ്സുള്ള പ്രായം അറിഞ്ഞാൽ ഞെട്ടും. പ്രായപൂർത്തിയായില്ല പൊളിറ്റിക്കൽ കറക്റ്റസിന്റെ അതൊക്കെ പറഞ്ഞിട്ട് പറ്റില്ല. അല്ലല്ല, ശരിക്കും നിങ്ങൾ അതേപോലെ ഒരു ഒളിച്ചോട്ടം ഓടിയതല്ലേ? എന്തോന്ന്? എന്തുകൊണ്ടാണ് ആദ്യം മെന്റലിസ്റ്റ് ആയെന്ന് അറിയാമോ? ഇല്ല. 15-ാം വയസ്സിലൊരു ബ്രേക്കപ്പ് കിട്ടി. 15 15 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ. 2007. അല്ലല്ല, 2007 ബ്രേക്കപ്പ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. അത് ബ്രേക്കപ്പ് ഒന്നുമല്ല. അത് ചെറുത് മറ്റേ മാനസിക വിഷമം. അതുണ്ടായിരുന്നു. ചെറിയ വിഷമല്ല, വിഷമൊക്കെ ഉണ്ടായിരുന്നു. അത് 2 ബ്രേക്കപ്പ് അല്ലേ? അപ്പൊ എണ്ണം പോയി. ബ്രേക്കപ്പ് അല്ല അണ്ണാ, അത് ഒരു ഫ്രണ്ടാണ്. എനിക്ക് മെന്റലിസം അറിയാം. എനിക്ക് ആദ്യം ഇങ്ങോട്ട് നോക്കി കണ്ണിലേക്ക് ഹലോ. ഷെറിന് മുമ്പ് എനിക്ക് ഒരു പ്രണയം ഉണ്ടായിട്ടു. ആ. ഒറ്റൊന്നേ ഉണ്ടായിട്ടു. ഓക്കെ, അത് ഞാൻ ജെ ബി ജംഗ്ഷനിലെല്ലാം പറഞ്ഞേ. ആ. അത് 2007 ഷെറിൻ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. ഷെറിനെ ഞാൻ ഒന്ന് പറഞ്ഞുതരാം. അത് എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം. അത് അങ്ങനെയൊന്നും അല്ല. അതല്ല ചുമ്മാ പറഞ്ഞു. പിന്നെന്തുവാ? അതല്ല, ആദ്യത്തെ ഞാൻ വെറുതെ ആവശ്യമില്ലാതെ പറഞ്ഞു. ആദ്യത്തെ 15 വയസ്സിലല്ലേ? അത് 10ാം ബ്രേക്കപ്പ് ക്ലാസ് അല്ല. ബ്രേക്കപ്പ് അല്ല. അത് പ്രേതത്തിൽ പറഞ്ഞതല്ലേ? ആ. അത് ഒരു കൂട്ടുകാരിയാന്ന്. ഓ. കൂട്ടുകാരിയാന്ന്. പക്ഷെ നമുക്ക് അവര് ഇല്ലാന്ന് അറിയുന്ന ഒരു മൊമെന്റിൽ നമുക്ക് തോന്നൂല്ലേ, നമ്മുടെ അടുത്ത് ആദ്യമായിട്ടൊരു ഒരു സോഫ്റ്റ് ആയിട്ട് സംസാരിച്ചതും അല്ലെങ്കിൽ ഒരു കൈൻഡായിട്ട് അങ്ങനെ നമ്മൾ ഇടപെട്ടു, നമ്മളെ പരിഗണിച്ചതും, ആ. അങ്ങനെ ഒരു സൗഹൃദ സദസ് ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ഒരു ഇഷ്ടം ഒന്നും ഷെയർ ചെയ്തിട്ടോ അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇല്ല. പക്ഷെ അത് ഇല്ലാത്തൊരു സ്പേസിൽ നമുക്കതൊരു അങ്ങനെ ആയിരുന്നോ അല്ലെങ്കിൽ ഒരു അതൊരു പെയിൻഫുൾ ആയിട്ടുള്ള കാര്യമാണ്. പ്രേതത്തിൽ അറിയാത്തൊന്നുമില്ല കേട്ടോ. സെക്കൻഡ് ആണ് ആക്ച്വൽ ബ്രേക്കപ്പ്. അതെ, അതാണ് ബ്രേക്കപ്പ്. ആദ്യത്തെ പ്രണയം അതാണ് ബ്രേക്കപ്പ്, അങ്ങനെയല്ലേ? അതെ, അതിലാണ് ശരിക്കും ഈ പറയുന്നൊരു ഇവിടുന്ന് മാറി നിൽക്കാമെന്നും ഒക്കെ തീരുമാനങ്ങളൊക്കെ വരുന്നതിലേക്ക് ആദ്യം എത്തുന്നത്. ഒരുപക്ഷെ അതും കൂടെ ആയിരിക്കാം. അതില് നാടിനോടൊരു ഡിറ്റാച്ച്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ കാരണം കൊണ്ട്. നാട് എന്ന് പറയുമ്പോൾ അല്ലേ, ഇത് എവിടെയെങ്കിലും ഒരു പ്രാവശ്യം കൂടെ സംസാരിക്കേണ്ടി വരും വിചാരിച്ചില്ല. അത് എന്തെന്നറിയോ, മേ ബി, ഐ എം നോട്ട് ഷുവർ, മേ ബി ഞാൻ ആർട്ടിസ്റ്റ് ആവാൻ തീരുമാനിച്ചത് കൊണ്ട് എനിക്ക് സാക്രിഫൈസ് ചെയ്യേണ്ടി വന്ന ഒരു കഥയായിരിക്കും അത്. നമ്മുടെ നാട്ടിലെല്ലാം ഈ ഒരു സർക്കാർ ജോലി അല്ലെങ്കിൽ അങ്ങനെ അതൊക്കെയാണ് ജോലി. അങ്ങനെ കൺസിഡർ ചെയ്ത് അപ്പം എൻ്റെ ഈ പോക്ക് കണ്ടിട്ട് അവരൊന്നും കുറ്റം പറയാൻ പറ്റില്ല. അവരൊരു ആർട്ടിസ്റ്റ് അതല്ലല്ലോ അല്ലേ, അങ്ങനെ എന്തോ ഒരു ഇൻസെക്യൂരിറ്റി അവർക്ക് ഉണ്ടായിട്ടുണ്ടാണോ. കാരണം ബേസിക്കലി എൻ്റെ വീട്ടുകാരും ഫാമിലി എല്ലാവർക്കും എന്നാ നല്ല കാര്യമെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ അവരുടെ കുട്ടിയാണ്. പഠിക്കുന്ന ആളായിരുന്നു, നന്നായിട്ട് പഠിക്കുമായിരുന്നു. പിന്നെ വായനയൊക്കെ ഒരു സമയത്ത് പിന്നെ എന്ത് പഠിക്കുന്നതാണ് അക്കാഡമിക് സബ്ജക്റ്റുകൾ പിന്നെ വിടാൻ തുടങ്ങി. ലൈബ്രറിയിലായിരുന്നു. അത് ഒരു സമയം തൊട്ട് അതുവരെ നന്നായിട്ട് പഠിക്കുമായിരുന്നു. അല്ല, ഞാൻ മനസ്സിലാക്കി, ഞാൻ തറവാട്ടിലൊക്കെ അങ്ങനെ വളർന്നതുകൊണ്ട് എന്നെ അവർക്കെല്ലാം അവരുടെ കുട്ടിയായിട്ട് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു റിജക്ഷൻ എനിക്കത് തരേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്നറിയില്ല. ചിലപ്പോൾ എൻ്റെ ഈ രീതികൾ, എൻ്റെ ഈ പോക്കൊക്കെ ഉണ്ട്. കാരണം ദേ ഗോഡ് ഇറ്റ്. ഞാൻ ഇനിയിപ്പോൾ പഠിച്ചിട്ടൊരു കളക്ടർ ആവാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു സമയത്ത് ഞാൻ മലയാള ഭാഷ ഒന്നാണല്ലേ അതിന് മുമ്പേ ഒരു പോലീസ് ഓഫ്. അപ്പോൾ അതൊന്നുമല്ല, ഇവൻ ഇങ്ങനെ മനസ്സിലാക്കിയതോ എഗെയിൻ ഇനിയിപ്പോൾ അവർക്കൊക്കെ വിഷമമാകുമെന്ന് അറിയില്ല. ഐ ബിലീവ് ആർട്ടിസ്റ്റ് ആവാൻ ഇതിപ്പോൾ സങ്കടം ഉണ്ടോ അല്ല ഇപ്പോഴത്തെ അതൊന്നും അല്ല കേട്ടോ പറയുന്നത്. അതൊന്നും അല്ല, നമ്മൾ പണ്ടേ അല്ലേ കുറേ വർഷം മുമ്പേ കാര്യമാണ്. ദാറ്റ് ആഡ് സംഹൗ വാല്യൂ ടു വേർ ഐ ആം നൗ. വേറെ എന്ന് പറഞ്ഞാൽ ഈ പ്രൊഫഷൻ തന്നെ ഞാനിപ്പോൾ പിടിച്ചു നിൽക്കുന്നതിന് അങ്ങനെ ഒരു കഥ ഉണ്ട്.
നോട്ട് ആൻ ഈസി തിങ്. അത് അതിലേക്ക് എത്താനും അത് കൊണ്ട് നടക്കാൻ ഞാൻ തീരുമാനിച്ചതും ഇപ്പോഴും അതിൽ തുടരുന്നതും ഇതല്ലാതെയും പൈസ ഉണ്ടാക്കുന്നൊക്കെയാണ് എയിമെങ്കിൽ ഇതല്ലാതെ സക്സീഡ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. പ്രൊഫഷണലി പഠിച്ചിട്ടുണ്ട്, അക്കാഡമിക്കലി പഠിച്ചിട്ടുണ്ട്. സ്റ്റിൽ ഞാൻ ഇതിൽ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ആവാൻ കാരണം മാറിയില്ല. ഇഷ്ടം ഷെറിൻ ഈസ് ദ ഒരു കാരണം ഞാനിത് കണ്ടിന്യൂ ചെയ്യാൻ. ദർ വർ മൊമെന്റ്സ് ഞാൻ വിചാരിച്ചിരുന്നു ഇത് ഞാൻ നിർത്തട്ടെ, ഞാൻ വേറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഞാനിലേക്ക് പോട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇല്ല കുട്ടൻ, നിങ്ങൾ ഇതിനു വേണ്ടി നിൽക്കേണ്ടതാണ്. അങ്ങനെ ആര് പറയും? അങ്ങനെ ഒരു കല്യാണം കഴിഞ്ഞ ഒരാൾ അങ്ങനെ പറയില്ല അവർക്ക്. അപ്പോൾ അവർ അതെ, അപ്പൊ അത് അവര് പറഞ്ഞു. സോ 2 കഥക്കും അതിന്റെ മൂല്യമുണ്ട്. എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി ഈ ആദ്യം പറഞ്ഞപ്പോഴേ ബ്രേക്കപ്പിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ്, ഓഫ് കോഴ്സ് പലരും ബ്രേക്കപ്പിന്റെ പല കഥകൾ പറയുമ്പോൾ കൂട്ടത്തിൽ നമ്മുടെ മാനസിക വിഷമം, വീട്ടുകാർക്കുണ്ടായ മാനസിക വിഷമം, കൂട്ടുകാർക്കുണ്ടായത്, കൂടെ നിന്നവർ, താങ്ങിയവർ, പറ്റിച്ചവർ, ഇതൊക്കെ പറയും. പക്ഷെ നാടിനോട് അക്കാരണം കൊണ്ടൊരു നാടിനോട് ഡിറ്റാച്ച്മെന്റ് ഉണ്ടാവുന്ന പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തുപോയത് ഈ സൺഡേ ഹോളിഡേയിൽ എനിക്ക് തോന്നുന്നു കുറെ ബ്രേക്കപ്പ് സോങ് എഴുതാനുള്ള ഭാഗ്യം. അപ്പൊ അതിൽ ഒരു നോക്ക് കാണുക എന്നുള്ള പാട്ട് എഴുതിയപ്പോ അതിന്റെ അനുപല്ലവിയിലേക്ക് വന്നപ്പോ പറയാതെ എന്തിനും കൂടെ നിന്നവൾ മൊഴി മറന്നുപോയോ, ഇടനെഞ്ചിലായിരം കനപെറിഞ്ഞവൾ കഥ മറന്നുപോയോ, തരിവളകൾ അവൾ അണിയും അവളുടെ കാൽപ്പാടുമായി ഈ വഴികൾ മറയും എന്ന് എഴുതിയപ്പോ ദീപക്താവ് ചോദിച്ചേ ഇത്രയും മനസ്സിലായി ഈ വഴി ഇനെന്തിനെ ഉൾപ്പെടുത്തിയെന്ന് ചോദിച്ചു. ബാക്കിയെല്ലാം പേഴ്സണലാണ്, എന്റെ പേഴ്സണലാണ്, ആ വഴീനെയും കൂടി പിടിച്ചകത്ത് കിട്ടുന്നതാന്ന് ചോദിച്ചു. ഞാൻ അളിയാ താങ്ക് യു ഫോർ റിമൈൻഡിങ് ഓൾ ഓഫ് ദാറ്റ്. അത് ഇപ്പം 25 രാജ്യം കഴിഞ്ഞിട്ടുണ്ടാവില്ലേ ഷോ ചെയ്തിട്ടുണ്ട്? 2014 25 കഴിഞ്ഞിരുന്നു. ഓ ഗ്രേറ്റ്, അത് വേറെ ലെവലാണല്ലേ. അല്ല എന്നിട്ട് എന്താ അളിയൻ നീ 42 വരെ എന്തോ എണ്ണിയിരുന്നു, പിന്നെ എനിക്കറിയില്ല. 42 എണ്ണിട്ടുണ്ട്. പൊളി. ഈ അമേരിക്കയിൽ നിന്ന് അളിയൻ ഇങ്ങോട്ട് വരാൻ പോയതല്ല, ഷോ ചെയ്തതാ പറയുന്നു. ആ ഷോയുടെ മനസ്സിലായി, എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഷോയാണ് ഞാൻ ചോദിച്ചത്. അത്രയും ആൾക്കാർ നമ്മുടെ ഷോ കണ്ടിട്ടുണ്ടെന്നുള്ളതാണ്. രാജ്യത്ത് പോകാൻ കുറെ എളുപ്പമായത് തുടക്കം സ്റ്റേറ്റ്സിൽ പോയിട്ട് തുടങ്ങിയത് ഷിപ്പിലുണ്ടായിരുന്നു. അപ്പോ അത് ഒരുപാട് വലിയ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ഷിപ്പില് ആ കപ്പിത്താനായിട്ട് 4.5 വർഷം എന്തോ ഉണ്ടായിരുന്നു. കപ്പിത്താൻ ആ കപ്പിത്താൻ എന്ന് പറഞ്ഞത് കേട്ടില്ല. മുദ്ര ശ്രദ്ധിക്കും, നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുകയും ചെയ്യും. അതെ, ഞാൻ ആദ്യം പെർഫോം ചെയ്യായിരുന്നു കേട്ടോ, ഞാൻ പെർഫോം ചെയ്തു. എന്നിട്ടല്ലേ പിന്നെ അപ്പൊ കുറെ സ്ഥലത്ത് അത് സ്റ്റാഫായിട്ടല്ലേ, അത് കോൺട്രാക്ട് ആയിരുന്നു. കോൺട്രാക്ട് മുതലാളിയായിരുന്നു, കപ്പൽ മുതലാളി. അതെ, ക്യാപ്റ്റന് തൊട്ട് താഴെ അഡ്വൈസ് ഒക്കെ ചെയ്യും. ചുമ്മാ ഈ മനുഷ്യൻ നന്നായിട്ട് പാടും കേട്ടോ. അപ്പോ ഇടയ്ക്ക് അതെങ്ങനെ നിങ്ങൾക്കറിയാം? അതൊക്കെ അറിയാം. കണ്ടറിഞ്ഞൂടെ? ഉണ്ണിയെ കണ്ടാൽ അറിയില്ല, പാടും. യൂട്യൂബിലെ വീഡിയോ ഉണ്ടാവും. യൂട്യൂബിൽ എന്റെ പാട്ടൊന്നുമില്ല. അല്ല, മധുര മനോഹരമായി പറഞ്ഞാണ്, എന്തായാലും അറിഞ്ഞു. യൂട്യൂബിൽ കണ്ടതാണ്. പാട്, പാട്ട് കഴിഞ്ഞിട്ട് ബാക്കി. ഇപ്പൊ പാടണം? ഇപ്പൊ ഏതൊന്നുമില്ലല്ലോ. അങ്ങനെയൊന്നും ഗഗപമ സമയമാം യമുനയോ പിറകിലേ കൊഴുകിയോ മധുരമണിനാദം മാടി വിളിക്കുന്നു. ഓർമ്മകൾ ഓർമ്മകൾ ഓടക്കുഴലൂതേ, ഓർമ്മകൾ ഓർമ്മകൾ ഓടക്കുഴലൂതേ. വീണ്ടും പാടാം സഖി നിനക്കായി വിരഹഗാനം ഞാൻ, ഒരു വിഷാദഗാനം ഞാൻ. വീണ്ടും പാടാം സഖി നിനക്കായി വിരഹഗാനം ഞാൻ, ഒരു വിഷാദഗാനം ഞാൻ. നീലത്താമര വിടരും നിന്നുടെ നീർമിഴി നിറയില്ലെങ്കിൽ, നീർമിഴി നിറയില്ലെങ്കിൽ
വീണ്ടും പാടാം സഖി നിനക്കായി വിരഹഗാനം ഞാൻ, ഒരു വിഷാദഗാനം ഞാൻ, ഓടക്കുഴലൂതി. അടിപൊളി, രണ്ടുപേരെ രാഗമായിട്ടുണ്ട്. അങ്ങനെ സൂപ്പർ. നിങ്ങള് പിന്നെ എന്നാന്ന് വിരഹം പിന്നെ അതെ, അതെ. പറഞ്ഞിട്ട് അത് അതിലേക്ക് പോയി. കണക്ട് ചെയ്ത്, അല്ലെങ്കിൽ അത് പറയില്ല. പക്ഷെ 18 പേര് ഉണ്ടായിരുന്നു അതിനകത്ത് വിരഹത്തിൽ പോയപ്പോഴേ. ആലോചിച്ചു, വിരഹം ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പഴയ ആൾക്കാരെയൊക്കെ ആലോചിച്ചു. സമ്മതിക്കത്തില്ല. ആദ്യം കിട്ടിയിട്ടുണ്ടാവും. ആദ്യം 6 കിട്ടിയുള്ളല്ലേ. ആദ്യം മെന്റലിസ്റ്റ് അല്ല, 6 പേരല്ലേ ആദ്യം കിട്ടിയുള്ളൂ. ഞാനിവിടെ വെള്ളി പിച്ചള വീഴോ ഇല്ലാതെ പാടാൻ വേണ്ടിട്ട് ആലോചിക്കുമ്പോൾ അതും കൂടെ കണ്ടുപിടിക്കാം അതിന്റെ ഇടയിൽ. നമ്മൾ അതിനേക്കാൾ ടെൻഷൻ അടിച്ചിട്ട് തെറ്റിക്കല്ലേ. നമുക്ക് ഇല്ലാത്ത സാധനം വരുന്നു വിറച്ചിട്ട്. അപ്പൊ ഞാൻ ഇതൊന്നും ശരിക്കും പാടുമ്പോ ഉണ്ടാവില്ലല്ലോ. പക്ഷെ താഴെ പാടണമെങ്കിലേ കുറച്ച് പാടണ്ടേ. മോളിൽ പാടണോ ഇത്? അല്ല, പറയണ്ടേ മോനെ? ഞാൻ മുകളിൽ പാടാം. ഒരുപാട് താഴെയായോ? അതെ, ഒരുപാട് താഴെ. എന്നാ അതിന്റെ യഥാർത്ഥ പിച്ചെന്ന് പറഞ്ഞേ. എനിക്കറിയില്ല. അല്ലല്ല, അത് പറഞ്ഞിട്ട് ഇവിടുന്ന് പോയാൽ മതി. ആ പാട്ട് എഴുതിയ ആൾക്ക് അത് എഴുതിയ സമയത്ത് അയാളുടെ കുഞ്ഞമ്മയുടെ മോളുടെ മൂലുകെട്ടായിരുന്നു നടക്കും അറിയാവുന്ന ആളാണ്. അതിന്റെ പിച്ചിനെ പറ്റി കമന്റ് പറഞ്ഞല്ലോ. വെറുതെ ആയിട്ടല്ല, പറഞ്ഞിട്ട് ഇവിടുന്ന് പോയാൽ. അല്ല, ഞാൻ വേറൊരു കാര്യം ശവിച്ച് പൂച്ചയാക്കുന്ന ശവിച്ച് പൂച്ചയാക്കുന്ന. ഇയാള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് പറയാൻ ആദ്യമേ പറഞ്ഞു. അതായത് അല്ലല്ല, ആദ്യം നോക്കിയിരുന്നിട്ട് എന്താണ് ഡയലോഗ് പാലക്കാട് സ്ലാങ്ങിൽ വന്നപ്പോ എന്ത് രസം അറിയാം. ഒരു സെന്റൻസ് കൂടെ ഉണ്ടാവും. എന്താ പറയാ, എന്താ നോക്കിയിരുന്നിട്ട് എന്താ പറഞ്ഞില്ല ഞാൻ. അല്ലല്ല, വേറൊരു ഡയലോഗ് പറഞ്ഞു. എന്തായിട്ട് തോന്നുന്നു അയാളെ? കടലൊക്കെ നോക്കിയിരുന്നാ നമുക്ക് മതിയാവില്ലല്ലോ, അതേപോലെ ഒരു തേജസ്സും ഓജസ്സും. ഞാൻ പാടുമായിരുന്നു, കുറച്ചൊക്കെ എന്റെ അച്ഛനും പാടും. ശരിക്കും സീലാണ് ആ പാട്ട്. അത് പക്ഷെ നമ്മള് അത് മറ്റേ രണ്ടാമത്തെ പാട്ടില്ലേ, അതുകൊണ്ട് ഞാൻ അത് രണ്ടും കൂടി ഒന്ന് ബാലൻസ് ചെയ്ത് പാടും. അല്ല, അത് പാടണമെങ്കിലേ പാട്ടറിയെങ്കിലേ പറ്റുള്ളൂ. ബ്രെത്ത് ഞാൻ നോക്കുന്നുണ്ടായിരുന്നു. നല്ല രസമായിട്ട് പാടുമ്പോ എനിക്ക് ഇവിടെ ഇരുന്ന് ശ്വാസം മുട്ടുന്നുണ്ട്. പക്ഷെ ആദ്യം കറക്റ്റായിട്ട് ഭയങ്കര രസമല്ലേ അത്. അതെ, ജിസ് നന്നായിട്ട് നല്ല പാട്ടും. അതെ അത് എക്സ്പെക്ട് ചെയ്തില്ലല്ലോ നമ്മള്. ആദ്യം പാടി അത് നമ്മൾ കുഴപ്പമില്ല, ആദ്യം പാടാൻ സാധ്യതയുള്ള ഒരു പാട്ടാണ്. പക്ഷെ ഇത് പാടുമെന്നുള്ള ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ പെട്ടു. അതാ പറഞ്ഞ നിങ്ങള് പിന്നെ വിരഹവും മറ്റേ ബ്രേക്കപ്പ് ഒക്കെ സംസാരിച്ചിട്ടാകുമ്പോ അതിന്റെ ഓളത്തിൽ ഇങ്ങനെ ഇൻഫ്ലുവൻസ്ഡ് ആയത്. ജിസേട്ടനെ വെച്ചിട്ട് എന്തെങ്കിലും ഒരു എഫക്ട് അങ്ങോട്ടല്ലേ നിങ്ങൾ പറയുന്ന പോലെ. അണ്ണാ ഫോൺ എടുക്ക, ആരും വിളിപ്പിക്കില്ല. ഞാനിത് എന്താ ഇങ്ങനെ ചെയ്യാന്ന് വെച്ചാല്, തിയേറ്റർ ഷോ നിങ്ങൾ കണ്ടിട്ടുള്ളതാ, നമുക്ക് അറിയാം. അതില് പലരും നമ്മളോട് പറഞ്ഞിട്ടുള്ള ചില കൺസേൺ, ചില ചോദ്യങ്ങള്, ഡൗട്ട്, ക്യൂരിയസ് ആയിട്ടുള്ള ഡൗട്ട്, അതിനെ പൊളിച്ച് എഴുതാൻ പറ്റിക്കും ചിലപ്പോൾ. സോ വി ഡു ദാറ്റ് തിങ് വിത്ത് എ ബുക്ക്. ഓർമ്മയുണ്ടോ സ്റ്റേജില് കുറച്ച്? പക്ഷെ നമുക്കൊരു ട്രാവൽ ചെയ്യുമ്പോഴായാലും ക്യാരി ചെയ്യാനുള്ള ഒരു ബുക്ക്, നമുക്ക് ഒരു TV ഷോ നമുക്ക് ലൈബ്രറി ഉണ്ടാക്കി വെക്കാം. പക്ഷെ ആൾക്കാർ ഉണ്ടാക്കി തരും. യാത്ര ചെയ്യുമ്പോൾ നമുക്കത് പറ്റില്ല. അതുകൊണ്ട് നമുക്കൊരു 5-6 ലിമിറ്റ് ചെയ്ത് പുസ്തകങ്ങളൊക്കെ. വൈ വുഡ് ഇറ്റ് ബി? ഓക്കെ, എന്റെ തോട്ട് ഇതാണ്. ഏറ്റവും കൂടുതൽ വാക്കുകളുടെ സമാഹാരം അല്ലെങ്കിൽ ആശയങ്ങളുടെ സമാഹാരം ഉള്ളത് എവിടെയാണ്? ഇന്റർനെറ്റിലുള്ളതോ? ആധികാരികമായിട്ട് നമ്മൾ എടുക്കുന്നത് ഡിക്ഷണറി കയ്യിലുണ്ട് അല്ലേ? ആധികാരിക അതിന് ലിമിറ്റേഷൻ ഉണ്ട്. പേജസ് ഓക്സ്ഫോർഡിന്റെ 24 ഗോ ടു വിക്കിപീഡിയ പ്ലീസ്. ഓക്കേ, നമ്മൾ ഈ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ഒരു ധാരണയില്ല. എക്സാക്ട്ലി. കിട്ടിയോ? I want you to think of a word. And there are billions of it. അല്ലേ? നമ്മൾ പറഞ്ഞ ഓഫ്സെറ്റിൽ ഉള്ളതിനേക്കാൾ ഇതിലായിരിക്കും ഉള്ളതെന്നുള്ളതുകൊണ്ടാണ്. I want you to think of something or someone. Something like a word, object, a word, anything. Okay. Word could be ideal. Anything. Think of a word. A word, just a random word. Okay. Again, ഒരു സെക്കൻഡ്. ഈ മൊമെന്റിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താ നിങ്ങൾക്ക് യാതൊരു ധാരണയില്ല. നമ്മൾ ഇത്രയും അടുത്ത ആളുകളായതുകൊണ്ട് ആളുകൾക്ക് അങ്ങനെ ഒരു നോഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇത് ചോദിക്കുന്നത്. വാട്ട് എവർ കംസ് ടു യുവർ മൈൻഡ്. ഇതിപ്പോ ഈ മൊമെന്റിന് മുമ്പ് നിങ്ങൾ ആലോചിച്ചതല്ല. നിങ്ങളെ ഒരു മനസ്സിന് കൈൻഡ്നെസ്, ലവ്, ഹോം, ഫാമിലി ഇതൊക്കെയാണ് വരാൻ സാധ്യത. അപ്പൊ അതുകൊണ്ട് ചേഞ്ച് യുവർ ഐഡിയ, മേക്ക് ഇറ്റ് കോംപ്ലിക്കേറ്റഡ്. സെർച്ച് ചെയ്തോളൂ. ആയിട്ടില്ല? കഴിയുമ്പോ എന്നോട് പറയണേ. സെർച്ച് ചെയ്തോട്ടെ? Can I search? Yes, sure. Yeah.
Now there are like 6 billion words and I don't know എത്രയോ ബില്യൺ ആർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആർട്ടിക്കിൾ ഉള്ള ഒഫീഷ്യലി ഉള്ള ആധികാരികമായിട്ടുള്ള സ്ഥലമാണത് അല്ലേ? ക്യാമറ പോലും അത് റെക്കോർഡ് ചെയ്യണ്ട. കാരണം ഐ വാണ്ട് ടു മേക്ക് ഷുവർ ഇറ്റ്സ് പ്രൈവറ്റ് ആൻഡ് ഓൺലി നിങ്ങൾക്ക് മാത്രമേ അത് അറിയുള്ളൂ എന്നുള്ളത്. ആ ആർട്ടിക്കിളിൽ ഏതെങ്കിലും ഒരു വേർഡ് വിചാരിച്ചോളൂ, ഇഷ്ടമുള്ള വേർഡാണ്. മേക്ക് ഷുവർ ഇറ്റ്സ് എ ലോങ് വേർഡ് ആണ്. ഈ സൗഹൃദം വിചാരിച്ചോളരുത്. സ്ക്രോൾ ഡൗൺ, ഏതെങ്കിലും ഒരു വേർഡ്, ഒരു വലിയ വേർഡ് വിചാരിച്ചോ. കിട്ടിയോ? ക്ലോസ് എവറിത്തിങ്. ഐ എം നോട്ട് ഗോയിങ് ടു ടച്ച് യുവർ ഫോൺ. അങ്ങനെ ഒന്നുമില്ല. എനിക്ക് ഇതിനേക്കാളും ഫെയർ ആക്കാൻ ഇത് അറിയില്ല. ക്ലോസ് ചെയ്തോ. വേർഡ് ഓർമ്മിക്കണം. പുസ്തകം ഉണ്ടാകുമ്പോ അതിൽ ലിമിറ്റേഷൻ ഉണ്ടെന്നാണ് അല്ലേ? നോട്ട് ഗോണ ആസ്ക് യു ടു റൈറ്റ് ഇറ്റ് ഡൗൺ ഓർ സംതിങ്. ഒന്നുമില്ല. എനിക്കിതിന്റെ ഏറ്റവും പ്യൂറസ്റ്റ് ആയിട്ടുള്ള പ്രസന്റേഷൻ ഐഡിയ കിട്ടണമായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ നോക്കുന്നത്. സോ ഫാർ ഫെയർ അല്ലേ? ഇറ്റ്സ് യുവർ ഫോൺ. ഈവൻ ടു വിക്കിപീഡിയ യു സെർച്ച് ഫോർ എ വേർഡ്, യു ഹാവൻ സെറ്റ് ഇറ്റ്. എന്നിട്ട് വിത്തിൻ ദാറ്റ് ആർട്ടിക്കിൾ നിങ്ങൾ വേറൊരു വാക്കോ, അപ്പൊ 2 വാക്കുകളുണ്ട്. What I want you to do, look at me. Put that into ഒരു കോണ്ടെക്സ്റ്റിലേക്ക് അത് പുട്ട് ചെയ്യുക. ഒരു അക്ഷരം പോലും എന്നോട് ഒന്ന് പറയരുത്. ഒരു കോണ്ടെക്സ്റ്റിൽ ഇടാ. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ പോകുന്നത് നിങ്ങളുടെ സ്വഭാവത്തോടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആദർശങ്ങളോടും ചേർന്ന് പോകുന്ന ഒരു കാര്യമാണ്. You don't have to answer. നിങ്ങൾക്ക് വേണ്ടി അല്ലാതെ നിങ്ങൾ ആർക്കോ വേണ്ടി ശുപാർശ റെക്കമെൻഡ്. ഇപ്പൊ നിങ്ങൾ കാണിച്ചത് that makes sense as well. Excited? ആദ്യം മനസ്സിൽ വിചാരിച്ചോ? എക്സൈറ്റഡ് എക്സൈറ്റ്മെന്റ് അല്ലേ? ഞാൻ വെറുതെ ആ സമയത്ത് ഒരു വാക്ക് വിചാരിക്കുന്നുണ്ടായിരുന്നു, എനർജറ്റിക് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് ഞാൻ പറയില്ലായിരുന്നു. അല്ല, ഞാൻ ഇതിന് പക്ഷേ ഇതിപ്പോ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് കാണുമ്പോഴേ നമ്മളിത് മൊബൈലിൽ കാണിക്കാത്തതുകൊണ്ട് ചിലപ്പോൾ കാഴ്ചക്കാർക്ക് മനസ്സിലാവില്ല. ഞാൻ ആലോചിച്ച വേർഡ് എന്ന് പറയുന്നത് എക്സൈറ്റ്മെന്റ് ആണ്. എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞ ഇത് നമ്മൾ വിക്കിപീഡിയ സെർച്ച് ചെയ്തപ്പോൾ അതിൽ കുറെ വേർഡ്സ് വന്നു. അതിൽ ഞാൻ ആദ്യം സജസ്റ്റഡ് ആലോചിച്ചു. അപ്പോൾ ആദ്യം പറഞ്ഞു കുറച്ചും കൂടി വലുത്, അപ്പൊ ഞാൻ റെക്കമെൻഡഡ്. അല്ല, വലുത് നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ ഈ സൗഹൃദം കോമഡി പറയല് അത് കോണ്ടെക്സ്റ്റിൽ ഇടാനും പറ്റില്ല. ഇത് വൻ പരിപാടിയായിരുന്നു. ഞാൻ അതിപ്പോ നമ്മള് വീട്ടിലിരിക്കുമ്പോഴും പക്ഷെ ഞാനിത് ഇത്രയും അല്ല ഇടയ്ക്ക് എനിക്ക് ചാലഞ്ച് ഒക്കെ തരും. ഞാനിപ്പോ അത് ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞു, അണ്ണാ ഞാൻ ഇത് ആലോചിച്ചു, ഇതിപ്പോ നീ പറയണം. രാത്രി 1:30 പറയാൻ പറ്റിയൊരു അവസ്ഥയിലായിരുന്നില്ല രണ്ടുപേരും. അയ്യ അതല്ല, അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പൊ എന്റെ ആറ്റിറ്റ്യൂഡ് ഇങ്ങനെ പൂച്ചേന്റെ ആറ്റിറ്റ്യൂഡ് ഞാൻ ഓക്കെ ഇത് പറഞ്ഞ ഞാൻ എന്റെ ഈ ഫ്ലാറ്റ് അളിയനെ എഴുതി തരും. അപ്പൊ കരഞ്ഞന്. അപ്പൊ ഞാൻ വിചാരിച്ചു ട്രസ്റ്റ് മീ, കല്യാണി സത്യം എനിക്കറിയായിരുന്നു. ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ലാസ്റ്റ് ഞാൻ പ്രൊവോക്ക് ചെയ്യാവുന്നതിന്റെ അങ്ങേ അറ്റം കൊടുത്തു. രാത്രി 1:30 മണി ഇങ്ങനെ പല വിഷയങ്ങൾ സംസാരിച്ചു. ഇത് ഇങ്ങനെയാണ് ആള് വിചാരിച്ചു ഞാൻ എനിക്ക് പറ്റുന്നില്ല, സഹായിച്ചേക്കാം. അപ്പൊ ലാസ്റ്റ് ആദ്യം എന്നോട് ചോദിക്കുകയാണ്, ഞാൻ പ്രൊവോക്ക് ചെയ്യാട്ടോ, ഇത് പറയിപ്പിച്ചിട്ട് അടങ്ങൂ എന്ന് പറഞ്ഞ. അപ്പൊ പള്ളിയാണ് അണ്ണ എനിക്കിത് പറ്റില്ലെന്ന് വിചാരിക്കുന്നുണ്ടോ? അവിടെ ഇരുന്ന് ഇതിന്റെ ഘോരാന്തരം ഇങ്ങനെ അനർഗള നിർഗളം അല്ലെ പ്രസംഗിച്ചിട്ട് എന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഒരു പേട്ട് സാധനം. അയ്യോ പേട്ടല്ല, ചിന്തിച്ചൊക്കെ വലിയ സംഭവം. അപ്പൊ അത് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു ഗുരു ഉണ്ടായിരുന്ന കുറച്ച് സമയം നഷ്ടപ്പെടില്ലായിരുന്നു എന്ന് പറഞ്ഞു. അതേപോലെ തന്നെയാണ് ഒരു എറർ വരുമ്പോഴത്തേക്ക്, എറർന്ന് പഠിക്കാൻ പറ്റും ആദ്യക്ക്, പക്ഷെ സ്റ്റേജിൽ ചമ്മുമല്ലോ, അത് മാനേജ് ചെയ്യാൻ വേണം. അതെ അതെ, ചിലത് ചമ്മുകയാണെന്ന് തോന്നിയിട്ട് ആദ്യം അതിന്റെ ഹൈയിൽ പിടിക്കും, അപ്പോൾ അത് വിജയമാണെന്നുള്ള നമുക്കറിയാം. പക്ഷെ യഥാർത്ഥത്തിൽ ചമ്മുന്ന അവസ്ഥ. അയ്യോ, ആദ്യം പറയുന്നതിൽ ഒരു ചെറിയ തിരുത്തുണ്ട്. ഒരു ഗുരു ഉണ്ടായിരുന്നെങ്കിൽ എന്നല്ല ഞാൻ പറഞ്ഞത്. കാരണം അങ്ങനെയുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ആയേ പോവില്ലായിരുന്നു. അങ്ങനെയല്ല, ഇത് ഒരു തരം ആയിത്തീരില്ല എന്ന് പറയില്ലേ, ഒരു അലച്ചിലെല്ലാം ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഞാൻ പറഞ്ഞത് കുറച്ച് പറഞ്ഞുതരാൻ കറക്റ്റായിട്ട് ചില ഗൈഡൻസ് ഉണ്ടല്ലോ. ഓ ഇന്നത് വായിക്കൂ, അല്ലെങ്കിൽ ഇത്
നമ്മളിതെല്ലാം ഭയങ്കര എക്സ്പെൻസീവ് ലെസൺ ആയിപ്പോയി. എല്ലാം തെറ്റുകളെന്ന് തന്നെയാണ് പഠിച്ചത്. സമയം ആ എടുക്കും. കുറേ നമ്മളിപ്പോൾ ഇരുന്ന പറയൽ ഒരു 20 പുസ്തകം വായിച്ചാലും ഒന്നായിരിക്കും വാല്യുബിൾ ആയിട്ട് അല്ലേ. അതുകൊണ്ട് വായിച്ചാലും മോശം എന്നല്ല, പക്ഷെ അങ്ങനെ കറക്റ്റ് ചില കാര്യങ്ങൾ ലൈഫിൽ ഇത് വേണ്ട, ഇത് ഇങ്ങനെ അപ്രോച്ച് ചെയ്താൽ നന്നായിരിക്കും. കാരണം 5-6 മാസമൊക്കെ എറർ പലതും പോയിട്ട് തന്നെയാണ് പഠിക്കുന്നത്. പിന്നെ നമ്മൾ റൈറ്റ് കണ്ടുപിടിക്കും. അപ്പം ആ കുറേ അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിൽ വലിയൊരു സമയം ലാഭിക്കായിരുന്നു പറഞ്ഞാൽ കൂടുതൽ പഠിക്കാനുള്ള സമയം അതിൽ കിട്ടുമായിരുന്നു എന്നുള്ളതാണ്. ആ രീതിയിൽ പറഞ്ഞതാണ്. എററിനെ പറ്റി എന്നാ അറിയേണ്ടത്? അങ്ങനെ സംഭവിക്കുമ്പോൾ എങ്ങനെ മാനേജ് ചെയ്തു? അങ്ങനെ പറ്റിയ മേജർ എറർ ഏതെങ്കിലും ഉണ്ടോ വലിയ സ്റ്റേജിൽ? അല്ല, സ്റ്റേജിൽ ഇത് കണ്ടമാനുണ്ട്. അത് എപ്പോഴും സംഭവിക്കും. പക്ഷെ നമ്മളത് ഇങ്ങനെ എങ്ങനെയെങ്കിലും 4 കാലിൽ വീഴുന്ന പോലെ എല്ലാം ആവും അല്ലേ. അങ്ങനെയാണ് യു ഹാവ് ടു ബി ഇൻ കൺട്രോൾ ഓഫ് ദ സിറ്റുവേഷൻ. പക്ഷേ ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി പോലെയുള്ളൊരു പറയാം. അതാണെങ്കിൽ ഞാൻ നിരപരാധിയാണ്. അന്ന് ബാലചേട്ടൻ്റെ ഒരു വീട്ടിൽ എന്തോ ഒരു ഫംഗ്ഷൻ. അപ്പോൾ അത് ഇതുപോലെ കുറച്ച് സെലിബ്രിറ്റി ഫ്രണ്ട്സ് എല്ലാം ഉണ്ട്. അപ്പോൾ ഞാനൊരു ആൾക്ക് കാട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആ വീട്ടിലെത്തിയോട്ട് ഞാൻ ഇങ്ങനെ മൊത്തം നോക്കാം, അവിടെ അക്വേറിയം അത് ഇതെല്ലാം ഉണ്ട്, നല്ല കുറേ മൊമെൻ്റ്. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചൊരു എഫക്റ്റ് എന്താ വെച്ചാൽ, നമ്മളൊരു കാർഡ് എടുക്കും, എന്നിട്ട് ആ കാർഡ് അതിനകത്ത് വെച്ചിട്ട് ഷഫിൾ ചെയ്യും. ഓക്കെ, ഇത് ഞാൻ അത് മേടിച്ചിട്ട് ചരാന്ന് തന്നെ കാണിക്കും. അപ്പോൾ അതല്ല, നിങ്ങൾ നേരത്തെ ഹൈ ഉണ്ടാക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ആ കാർഡല്ല. അപ്പോൾ അയ്യോ ഇതാവില്ലേ. അപ്പം ഞാൻ സങ്കടമായിട്ട് അത് അതിൽ വെച്ചിട്ട് ഞാൻ ഇത് മൊത്തം ഇങ്ങനെ എറിയെന്ന് വെച്ചാൽ ഇങ്ങനെ സ്പ്രിങ് ചെയ്യും. ഇത് അക്വേറിയം ഇങ്ങനെ സ്പ്രിങ് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ അവിടെ ഗ്ലാസ്സിൽ തട്ടിയിട്ട് താഴെ വീഴില്ലേ. അപ്പോൾ ഒരു കാർഡ് മാത്രം അതിന് ഒട്ടിയിട്ടുണ്ടാവും. ഒട്ടിയിട്ട് എടുക്കാൻ പോകുമ്പോൾ ഇതന്നെ അപ്പുറത്താണ് വേണ്ടത്. ഇതിൻ്റെ ഉള്ളിൽ അക്വേറിയത്തിൻ്റെ ഉള്ളിൽ വെള്ളമെല്ലാം ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ ഇങ്ങോട്ട് ഒട്ടിയിട്ടായിരിക്കും ഉണ്ടാവുക. ഇതാണ് എഫക്റ്റ്. അപ്പം ഞാൻ ഈ ഒരു മൊമെൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ വേറെ 1-2 എഫക്റ്റ് എല്ലാം ചെയ്തിന്. പക്ഷേ അതിൻ്റെ ഇടയിൽ ഭക്ഷണം കേക്ക് കഴിക്കുന്നുണ്ട്. പക്ഷേ ഈ മൊമെൻറ്റിന് വേണ്ടി ഞാൻ ഇങ്ങനെ ബിൽഡ് ചെയ്തിരിക്കുക കേട്ടോ. കറക്റ്റ് സമയം വന്നു, ഞാൻ എഫക്റ്റ് കാണിക്കാൻ പോവാണ്. ഞാനിങ്ങനെ ഇതിൻ്റെ ക്ലൈമാക്സ് എല്ലാം കണ്ടു ഓൾറെഡി. എങ്ങനെ ബോ ചെയ്യുന്നൊക്കെ കണ്ടു. ഞാനിങ്ങനെ ഒരു കാർഡ് എടുക്ക്, ബാലചേട്ടൻ ഞാൻ ആളെന്നെ എടുത്തു നോക്കി. ഞാൻ പറഞ്ഞു ദിസ് ഇസ് ദ കാർഡ്. ആളിങ്ങനെ നോക്കിയിട്ട് എൻ്റെ അടുത്ത് ഒരു വല്ലാതൊരു എക്സ്പ്രഷൻ വന്നു. ആപ്പാ ഞാനേ അങ്ങനെ പറയരുത് എൻ്റെ മനസ്സിൽ. ഞാൻ ഇതിപ്പോ ഞാൻ ഇനി എന്ത് ചെയ്യും, എൻ്റെ ക്ലൈമാക്സ്. അപ്പൊ ആളെനിക്കെന്തോ വലിയ ത്യാഗം ഫേവർ ചെയ്യുന്ന പോലെ ഒരു ദയനീയമായൊരു നോട്ടൊക്കെ തന്നെ. അത് പാറുപ്പ ആ നോട്ടൊക്കെ തന്നിട്ടാണ് പറയുന്നത്. എനിക്ക് ചീത്ത വിളിക്കണമെന്നുണ്ട്. ഇത് എനിക്ക് ഞാൻ ഇത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നേ ഇല്ല. ആ കൈൻഡ്നെസ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നേ ഇല്ല. അപ്പൊ ആള് വിചാരിച്ചിരിക്കാൻ എനിക്ക് തെറ്റരുതല്ലോ, അയ്യോ ഇവൻ എത്ര വിഷമോ. അതുകൊണ്ട് അപ്പാ ഞാനാണെങ്കിൽ വേറെ ആരെയും കാണിക്കാനും പറഞ്ഞിട്ടില്ല. എനിക്ക് നിങ്ങൾ ഇങ്ങോട്ട് വന്നതെന്ന് പറയാനൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ അത് വിട്ടു. എന്താ പിന്നെ പോട്ടെ, കയ്യിൽ നിന്ന് പോയി. എന്നിട്ട് 2 മിനിറ്റ് കഴിച്ചാൽ ഇങ്ങോട്ട് വെച്ച്, പാപ്പാ നിനക്ക് തെറ്റപ്പറ്റിപ്പോയി, നീ തോത്തുപോയി. എനിക്കിന്ന് തിളക്കുന്നുണ്ട് കേട്ടോ. മലയല്ലടാ കുന്ന്, അതാണ് പറയേണ്ടിയിരുന്നത്. ഞാൻ പറഞ്ഞു അന്ന് അങ്ങനെയല്ല, അതെനിക്ക് വേറെ ഇറ്റ്സ് ഓക്കെ വിശ്വസിക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഇതുണ്ടല്ലോ, ഞാൻ പറഞ്ഞു ഞാൻ പണ്ട് ഇത് ആ എപ്പിസോഡ് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു. അപ്പൊ അദ്ദേഹത്തിന് ഹി വോണ്ട് ലിസൺ. അപ്പൊ അങ്ങനെ ഓക്കേടാ അണ്ണനാ എന്നപ്പോ ഒരു വാക്ക് പറഞ്ഞു. ഞാൻ പറയാം ഇത് ഒച്ചത്തിലാ പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തല്ലോ, ഇത് ഇങ്ങനെ വന്ന് അങ്ങനെ വന്നിട്ടാണ്. അപ്പൊ നിങ്ങൾ എന്തിനാണ് വേണ്ടാത്ത. അപ്പൊ ആളെ ഉയരായി പോനാലും പോട്ട് കൊടുക്ക മാട്ടെ, ചൊല്ലിക്കൊടുക്ക മാട്ടെ. ഞാൻ ഒന്നും ചൊല്ലിക്കൊടുക്കണ്ട, എല്ലാവരും കേട്ടു. ഇത് ഒച്ചത്തിലല്ലേ പറയുന്നത്. അതിനുശേഷം ഈ 4-5 വർഷം കഴിഞ്ഞിട്ടും ഇടക്ക് പറയും ഞാൻ കിട്ടെ തോത്ത് പോയില്ലേ, മറന്നു പോയോ എന്തൊക്കെ അടുത്ത്. ഞാൻ പറഞ്ഞു ഏതൊക്കെ രാജ്യത്ത് പോയിട്ട് എന്തെല്ലാം ചെയ്തു, ഈ ഡൊപ്പ മൊക്ക കാട്ടിലേക്ക് ഞാൻ തെറ്റിക്കുന്നത്. അങ്ങനെയല്ലേ ഉണ്ട്. ഒന്നും നിസ്സഹായാവസ്ഥ എവിടെ ഉണ്ടായിട്ടില്ല. പിന്നെല്ലാം നമ്മളിങ്ങനെ ഇത് ചെയ്ത് മാനേജ് ചെയ്യാൻ പഠിച്ചു. വീണാലും വീണെടുത്ത് എണീറ്റ് പൊക്കോളും. അത് 4
എത്ര മുകേഷേട്ടന്റെ സിനിമ കണ്ടിട്ടാ വളർന്നിനി അല്ലേ? നമ്മൾ അത് പഠിച്ചില്ലെങ്കിൽ എങ്ങനെയാ? പക്ഷേ അത് സ്പോണ്ടേനിയസ് നമ്മൾ മലയാളികൾക്ക് മാത്രമല്ല അഡ്വാൻറ്റേജാ. ഈ ഷോ ചെയ്യുമ്പോൾ സ്പോണ്ടേനിയസ് ആയിട്ട് തമാശ പറയാറുണ്ട്. ഇപ്പൊ നമ്മള് അല്ലാതെ നടക്കുമ്പോഴത്തേക്ക് ഇന്നൊന്നും പറഞ്ഞിട്ടില്ലായിരിക്കും. അല്ലേ, എങ്കിലും ഷോയിൽ ഭയങ്കരമായിട്ട് അത് എനിക്ക് തോന്നുന്നു ആ അറ്റ്മോസ്ഫിയർ ഭയങ്കരമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ ഒരു ഇതും കൂടെ. ചെറിയ സാധനം ആദ്യം പറയുമ്പോഴുണ്ടല്ലോ ഞാൻ പൊട്ടി പൊട്ടി ചിരിക്കുന്നുണ്ടായിരുന്നു. അതെങ്ങനെ ഇത്രയും തമാശ പറയാൻ പഠിക്കണേ? ഇപ്പൊ നിങ്ങളോടല്ലേ ഞാൻ പറയുന്നത്. അപ്പൊ ആ ഒരു നിലവാരത്തിനുള്ളത് എനിക്ക് അല്ല തമാശയുടെ അതാണ് ഇത്. അത് എന്താന്നറിയാം, നമ്മളെ കാണാൻ കുറെ ഇഷ്ടം കൂടിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് അല്ലെ, അങ്ങനെയല്ലോ അല്ലേ, കുറെ പൈസ പാവങ്ങൾ ടിക്കറ്റ് അതെല്ലാം എടുത്തിട്ട് ദൂരത്തുനിന്ന് ട്രാവൽ ചെയ്തിട്ടൊക്കെ വരുന്ന ആളുകളല്ലേ. അങ്ങനെ കുറെ പേരുണ്ടാകുമ്പോൾ ആ ഹോള് നമുക്ക് തരുന്ന ഒരു മാജിക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അത് സൂപ്പർസ്റ്റിഷ്യസ് ഒന്നുമല്ല. നമ്മൾ വെറുതെ വന്നിട്ട് നിന്നാലും അവര് എണീച്ച് കഴിക്കാൻ തുടങ്ങുന്ന പറയുമ്പോൾ നമുക്കൊരു വി ഫീൽ റെസ്പോൺസിബിൾ. ഞാൻ അത്ര ആത്മാർത്ഥമായിട്ട് അതിൽ ഓരോ മൊമെന്റും കള്ളം അപ്പാർട്ട് എൻ്റെ ആർട്ടിൽ അത് പറയണം. പക്ഷെ എന്നാലും നമ്മൾ അതിൽ മാക്സിമം ഓണസ്റ്റായി ഞാൻ അവസാനം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന നമ്മൾ ഏറ്റവും ലാസ്റ്റ് മറ്റേ തൂക്കുന്ന ചേച്ചിയോട് വിവരിച്ച് നമ്മൾ അവരായിരിക്കും അവസാനം പോകുക. അതുവരെ നമ്മളെല്ലാവരും സംസാരിച്ചിട്ട് അതാ പറഞ്ഞ അതൊക്കെയാണ് എൻ്റെ കിക്ക്. അത്ര ആത്മാർത്ഥമായിട്ട് ഇടപെടുന്ന ഒരു സ്ഥലമല്ലേ. ചിലപ്പോൾ അത്രയും ഇഷ്ടം കൊണ്ട് നമ്മൾ പറയുന്ന ചെറിയ കാര്യങ്ങൾ അവർക്ക് ആസ്വദിക്കാൻ തോന്നുന്നുണ്ട്. അവർക്ക് ഒരു ഡിഫൻസ് ആയിട്ടൊരു സാധനം ഉണ്ടാവില്ലായിരിക്കും. പിന്നെ ഷോ അല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ അത്ര എൻജോയ് ചെയ്ത് ചെയ്യുന്നല്ലേ. ഇതിന്റെ ഒടുവിൽ അളിയ ക്യൂ പറഞ്ഞല്ലേ, എനിക്കറിയായിരുന്നു പുള്ളി പറയുമെന്ന്. ഓ എന്തായാലും ഞാൻ ആലോചിക്കുകയാണ് ക്യൂ അല്ലാണ്ട് ഞാൻ വേറെ എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിലും ഒന്ന്. ഷോ അത് എന്താളിയത്, എന്ത് സോർട്ട് ഓഫ് സൂപ്പർ നാച്ചുറൽ പവർ അത്, വൻ പരിപാടിയാണ്.